മത്തായിയുടെ സുവിശേഷമാണ് ഇന്ന് രാത്രിത്തെ ശുശ്രൂഷകൾക്ക് ആധാരമായി നാം പ്രസംഗ ഭാഗത്തിന് വേണ്ടി എടുത്തിരിക്കും. തുറക്കാം മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒത്തിരി ഫെമിലിയർ ആയിരിക്കുന്ന വാക്യം, കാണാതെ അറിയാവുന്ന വാക്യം, എങ്കിലും ഒരു പ്രാവശ്യം ആ വാക്യം ഒന്ന് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്തത്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. ഈ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുത്തത് ഞാൻ വിശ്വസിക്കുന്നു. എടുത്ത ദൈവമക്കൾ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഒരു പ്രാവശ്യം ശബ്ദം ഉയർത്തി ആ വാക്യം ഒന്ന് വായിക്കണം. ഉറക്കെ വായിച്ചാട്ടെ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. സ്തോത്രം. ഒത്തിരി കാണാതറിയാവുന്ന വാക്യം, ഒത്തിരി പരിചയമായ വാക്യം. സ്തോത്രം. ഞാൻ അധിക സ്ഥലങ്ങളിലൊന്നും ഈ ഒരു സബ്ജക്റ്റ് അങ്ങനെ സംസാരിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഈ പ്രസംഗിച്ച് പരിചയമില്ലാത്തൊരു വിഷയം പ്രസംഗിക്കുമ്പോൾ അതിനകത്തൊരു സ്ട്രഗിളിംഗ് ഉണ്ടാകും. സ്തോത്രം. പക്ഷേ അത് ഇരിക്കുന്ന ജനത്തിൻ്റെ ആ ഒരു കണക്റ്റഡ് ആകുമ്പോൾ ആ ദൂതിനകത്ത് അത് ദൈവം ഇലാബറേറ്റ് ആക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ സഭയുള്ള ബന്ധത്തിൽ ഒത്തിരി പ്രസംഗ ഭാഗങ്ങൾ നമുക്കുണ്ടെങ്കിലും പ്രസംഗിച്ച് പരിശീലിച്ചതും കണ്ണടച്ചുകൊണ്ട് പ്രസംഗിച്ചാലും തെറ്റത്തില്ലെന്നൊക്കെ ഉറപ്പുള്ള ഒത്തിരി ഭാഗങ്ങൾ മനസ്സിനകത്തും ബൈബിളിനകത്തും ഡയറിക്കകത്തും ടാബിനകത്തും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിലും ഈ ഒരു ഭാഗം നിങ്ങളോട് സംസാരിക്കണം എന്നെൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവ് നൽകിയ ഒരു കൊച്ചു നിയോഗത്തിന്റെ പുറത്ത് ഈ ഭാഗത്തിലേക്ക് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പുതിയ നിയമ പുസ്തകത്താളുകൾക്കകത്ത് ആദ്യത്തെ 4 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളാണ്. നിങ്ങൾക്കറിയാം, മത്തായി പറഞ്ഞാട്ടെ, മത്തായി എന്ന് പറയാനല്ല, അടുത്ത് പറയാനാ മർക്കോസ്, പിന്നെ ലൂക്കോസ്, യോഹന്നാൻ. സ്തോത്രം. ഞാൻ ഈ 4 സുവിശേഷത്തെ വിശദീകരിക്കുന്ന 4 താക്കോലുകൾ എന്നാണ്. ഈ 4 താക്കോൽ ഉപയോഗിച്ച് മാത്രമേ ചരിത്ര പുസ്തകത്തിലേക്കും ലേഖനത്തിലേക്കും ഒടുവിലത്തെ പ്രവചന പുസ്തകത്തിലേക്കും കയറാൻ കഴിയണമെങ്കിൽ ആദ്യത്തെ 4 താക്കോലുകൾ ഉപയോഗിക്കണം. 4 സുവിശേഷങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ ബൈബിളിന്റെ ഓർഡർ എന്ന് പറയുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇങ്ങനെയാണ് നമ്മുടെ ബൈബിളിന്റെ ഓർഡർ. പക്ഷെ വചനം നന്നായി പഠിക്കുന്ന ദൈവമക്കൾക്കും വേദപുസ്തകം നന്നായിട്ട് ധ്യാനിക്കുന്ന കുടുംബങ്ങൾക്കും നിശ്ചയമായിട്ടും അറിയാം, ബൈബിളിന്റെ ഓർഡർ ഇങ്ങനെയാണെങ്കിലും ആദ്യത്തെ പുസ്തകം എഴുതിയത് മത്തായി അല്ല. നിങ്ങൾക്കതറിയാം. സ്തോത്രം. ചിലരുടെ മുഖഭാവം കണ്ടിട്ട് ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ആദ്യത്തെ പുസ്തകം എഴുതിയത് മത്തായി അല്ല. ആമേൻ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷമാണ് നമ്മുടെ പുസ്തകത്തിനകത്ത് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ആദ്യത്തെ എഴുത്തുകാരൻ മത്തായി അല്ല. ആദ്യത്തെ പുസ്തകം എഴുതിയത് ആമേൻ സ്തോത്രം മർക്കോസ് ആണ്. പിന്നെ ലൂക്കോസ് എഴുതി, ശേഷം മത്തായി എഴുതി, അവസാനമാ യോഹന്നാൻ എഴുതുന്നത്. പക്ഷെ പുസ്തകത്തിന്റെ ഓർഡർ എഴുതിയപ്പോൾ മത്തായിയുടെ സുവിശേഷം തൊട്ടാണ് കിടക്കുന്നത്. ഈ മത്തായിയുടെ സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഭാഗത്തിലേക്ക് ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് എഴുത്തുകാരനായ മത്തായിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. സ്തോത്രം. അപ്പം ഞാനത് പറയുമ്പോൾ തന്നെ ചിലരുടെ ആ ഭാവപ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം, പാസ്റ്റർ ഇത്രയും വണ്ടി ഓടിച്ചു, ഇത്രയും കിലോമീറ്റർ വന്നത് ഈ മത്തായിയെ കുറിച്ച് പറയാനാണോ? സ്തോത്രം. ഇതിപ്പോൾ ഞങ്ങൾക്ക് തന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനേമായിരുന്നല്ലോ. കണ്ടോ, എനിക്കറിയാം എന്നെക്കാൾ നന്നായിട്ട് ഈ മനുഷ്യനെ വെച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള ദൈവമക്കൾ ഈ യോഗത്തിനകത്തുണ്ട്. ഞാനത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഒരു വാക്ക് മാത്രം, മത്തായിയെക്കുറിച്ച് ഒരു വാക്ക്. ഈ മനുഷ്യന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് 10-ാം അധ്യായം നിങ്ങൾക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. എടുക്കണ്ട, എന്നെ ശ്രദ്ധിച്ചാൽ മതി. 10-ാം അധ്യായത്തിൽ മത്തായി 12 ശിഷ്യന്മാരുടെ പേരെഴുതുന്നുണ്ട്. യേശുവിന്റെ അപ്പോസ്തലിക ശുശ്രൂഷയുള്ള 12 ശിഷ്യന്മാരുടെ പേരുകൾ മത്തായി എഴുതുന്നുണ്ട്. സോ ആദ്യത്തെ പേര് മത്തായി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ പേര് പത്രോസ് എന്നാണ്. ഇത് മത്തായി എഴുതുകയാണ്. ഈ പേന ആരുടേതാ? പേന കിട്ടിയില്ല. മത്തായിയുടെ. എഴുതുന്നത് ആരാ? മത്തായി. പേപ്പർ ആരുടെയാ? ആരുടെ പേര് വേണമെങ്കിൽ എഴുതാം. പുള്ളിക്ക് സ്വന്തം പേര് എഴുതാം. പക്ഷേ താൻ എഴുതി വെച്ചിരിക്കുക ശിഷ്യന്മാരിൽ ആദ്യത്തെ പേര് പത്രോസിന്റെ പേര്. ഇതൊരു ഭയങ്കര ക്വാളിറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. എല്ലാ അവസരവും ഉണ്ടായാലും ഞാനല്ല പാസ്റ്ററെ വലുത്, എൻ്റെ കൂട്ടു സഹോദരനാ വലുത് എന്ന് പറയാനൊരു അഭിഷേകം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയും. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പോൾ ഈ മത്തായി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല, കൂട്ടത്തിൽ ഒന്നാമതെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല, കൂടെ ഉള്ളവരെ കയറ്റിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് മത്തായി എന്ന് പറയുന്നത്. പേരുകൾ 12ആണ്. 8-ാമത്തെ പേര് തൻ്റെ പേര് എഴുതി ചേർത്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ പേരുകളെല്ലാം മുൻസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് മത്തായി എന്ന് പറയുന്നത്. നിൽക്കട്ടെ, ഈ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് പ്രധാനമായും 4 കൂട്ടരെയാണ് വെച്ച് അവതരിപ്പിക്കുന്നത്. മത്തായി 4 കൂട്ടരെയാണ് വെച്ച് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് പരീശന്മാരാണ്. നിങ്ങൾക്കറിയാം, പരീക്ഷ കൂട്ടത്തെക്കുറിച്ച് യഹൂദന്മാരെന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിന്
നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി പുറത്തു വന്ന ഒരു സംഘടനയാണ് ഈ പരീശന്മാരുടെ ഗണം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ ഈ പരീശന്മാർ പ്രധാനമായും പുറത്തു വന്നത് യഹൂദന്മാരെ വിദേശ സമ്പ്രദായത്തിൽ നിന്നും ഒന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരണം. വിദേശികളുടെ കയ്യിൽ അവരകപ്പെട്ടു പോകരുത്. അവർക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. അപ്പൊ ഈ ന്യായപ്രമാണം എങ്ങനെ ഇവരെ കാത്തു സൂക്ഷിക്കാൻ പാകത്തിൽ ഇവർക്കൊരു സപ്പോർട്ടായിട്ട്, ഒരു സബ്ബായിട്ട് പുറത്തു വന്ന സംഘടനയാണ് പരീശന്മാരുടെ കൂട്ടം. യഹൂദന്മാർക്ക് ന്യായപ്രമാണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പരീശന്മാർക്കും ന്യായപ്രമാണത്തോട് ഭയങ്കര പ്രിയമാണ്. എന്തിനു പറയണം, ന്യായപ്രമാണം ഒരു മതം പോലും ആക്കാൻ ശ്രമിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പരീശന്മാരുടെ കൂട്ടം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരാണ്, മത്തായിയുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ കൂട്ടമാണ് സദൂക്യർ എന്ന് പറയുന്നത്. സദൂക്യരെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടുകേൾവി ഉണ്ടായിരിക്കാം. ഈ പരീശന്മാരുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഈ സദൂക്യർ എന്ന് പറയുന്നത്. പരീശന്മാർ ന്യായപ്രമാണത്തെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സദൂക്യര് ന്യായപ്രമാണത്തെ അവഹേളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും പ്രതിബദ്ധതയില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ എന്ത് ചെയ്യും, ചാകും. അവർ യുക്തിവാദികൾ എന്നാണ് പ്രധാനമായും അറിയപ്പെടുന്നത്. സ്തോത്രം. മാത്രമല്ല ഈ സദൂക്യർക്ക് ഒരു കൊച്ചു പ്രശ്നമുണ്ട്. അവർ പാപത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ പാപത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ പാപത്തെ വേണ്ടുവോളം ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വെളിപ്പെടുത്താം. കള്ളുകുടിയനായ ഒരു മനുഷ്യന് കള്ളുകുടിയെ ജയിക്കണമെങ്കിൽ ഈ സദൂക്യരുടെ പ്രമാണം അനുസരിച്ച് അവൻ ആവോളം കള്ളു കുടിക്കണം. സ്തോത്രം. ഇങ്ങനെ കള്ളു കുടിച്ച് മദ്യവെച്ച് അവൻ അങ്ങ് ലെക്ക് കെട്ടപ്പോ ഇനി അവനോ അതിനോട് പ്രിയമുണ്ടാകത്തില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സദൂക്യർ എന്ന് പറയും. എല്ലാ പാപവും ഇവർ ഈ ഒരു പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക. സ്തോത്രം. സിനിമ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്നും സിനിമ കാണുക. ഒരു മാസം കഴിയുമ്പോൾ പുള്ളിയൊക്കെ മടുത്തു പോകും. പിന്നെ സിനിമ കാണാൻ തോന്നത്തില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്ത കൺസെപ്റ്റാണ് ഈ സദൂക്യരുടെ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെയൊക്കെ ശാന്തമായി പറഞ്ഞു വരുന്നെങ്കിലും ഇതൊക്കെ ഈ ദേശവുമായിട്ട് കണക്റ്റഡ് ആക്കുന്ന ഒരു ദൂത. സ്തോത്രം. എങ്ങനെ ഫോണിനകത്തു നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും? അഡിക്റ്റഡ് ആയിരിക്കുന്ന റീൽസിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും? എല്ലാ ദിവസവും റീൽസ് കാണുക. ഇങ്ങനെ കണ്ട് മനസ്സ് മടുക്കുമ്പോൾ പിന്നെ ഇതിനോടുള്ള പ്രേമം കുറയുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത കൺസെപ്റ്റാണ് ഈ സദൂക്യരുടേതെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൂട്ടം പരീശന്മാരാണ്. അവർ പ്രമാണത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടം എന്ന് പറയുന്നത് സദൂക്യരാണ്. അവർ ന്യായപ്രമാണത്തെ അവഹേളിക്കുന്ന ഒരു കൂട്ടമാണ്. ആകയാൽ മത്തായിയുടെ സുവിശേഷത്തിലെ മൂന്നാമത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ശാസ്ത്രിമാരാണ്. അവരെ കുറിച്ച് പറയേണ്ട ആവശ്യം വളരെ വലുതാണ്. ഈ ശാസ്ത്രിമാരുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവർക്കൊരു ന്യായപ്രമാണം അങ്ങോട്ട് കൊടുത്താൽ, ഒരു വചനം അങ്ങോട്ട് കൊടുത്താൽ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ട. ഇത് നമ്മുടെ കൈ കൊടുത്താൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകും. ഇതേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ ഈ വാക്യം ഉണ്ടല്ലോ, ശാസ്ത്രിമാരുടെ കയ്യിലോട്ട് കൊടുത്താൽ ഇതിൻ്റെ തലനാരിഴയ്ക്ക് അവർ കീറി മുറിച്ച് പ്രസംഗിക്കും. സ്തോത്രം. യഹോവ എങ്ങനെ ഇടയനാകാൻ ഇടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയാ, ഇനി ഇടയനായാൽ വന്ന ഗുണങ്ങൾ എന്തൊക്കെയാ, അങ്ങനെ ഇടയനായവർ യഹോവ ആരുടെയൊക്കെ ജീവിതത്തിൽ ഇടയനായിട്ടുണ്ട്, ആരുടെയൊക്കെ ജീവിതത്തിൽ ഇടയനായിട്ടില്ല. ഇടയനായാൽ ആ കുടുംബത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, ഇതെല്ലാം തലനാരിഴയ്ക്ക് കീറി മുറിച്ച് പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു ചെറിയ കൂട്ടമല്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലെ നാലാമത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഹെരോദ്യരാണ്. ഹെരോദിയ മണ്ഡലം, നിങ്ങൾക്കറിയാം, ഹെരോദ രാജാവ്, ഹെരോദിയർ. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് അങ്ങനെ പ്രമാണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, ഇഷ്ടവും ഇല്ല, ഇഷ്ടക്കുറവും ഇല്ല. പക്ഷെ എങ്ങനെ ഇവരുടെ കസേര ഇവർക്ക് കീപ്പ് ചെയ്യണം. സ്തോത്രം. ഈ പൊളിറ്റിക്സ് ഒക്കെ എന്നൊക്കെ പറയുന്നത് പോലെ ആരുടെ കുതികാല് വെട്ടിയാലും സാരമില്ല, ആരെ പിടിച്ച് താഴെ ഇറക്കിയാലും സാരമില്ല, ഇനി എന്നാ സമരം നടത്തിയാലും സാരമില്ല, ഈ പൊസിഷൻ, എന്റെ കസേര, സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, ഞാൻ ആരാന്നറിയാമോ, ഞാൻ ഇങ്ങനെ കസേര നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഹെരോദ്യർ എന്ന് പറയുന്നത്. അപ്പൊ ഈ നാല് കൂട്ടം തിങ്ങിപ്പാർക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് മത്തായി തന്റെ സുവിശേഷം എഴുതുന്നത് എന്ന് നാം മറക്കരുത്. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ, എന്തിനാ ഞാൻ ഇത്ര ശാന്തമായിട്ട് ഇതൊക്കെ പറയുന്നതെന്നറിയാമോ? എറണാകുളം എന്ന് പറയുന്ന ഈ കൊച്ചു പട്ടണത്തിനകത്തും ഈ നാല് കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു കൂട്ടം പ്രമാണത്തെ ഭയങ്കര മതമായിട്ട് കാണുന്നു. അവർക്ക് പള്ളിയോട് ഭയങ്കര പ്രിയമാ, അവർക്ക് പട്ടക്കാരോട് ഭയങ്കര പ്രിയമാ. അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് ചോത്ത് കളയും. സ്തോത്രം. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് എത്ര പേരുണ്ടെന്നറിയാമോ? ഞങ്ങളാണേ പള്ളി പണിതത്. ഇതങ്ങ് ഭയങ്കര മതമായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റി അവർ ഈ ദേശത്തിനകത്തുണ്ട്. എന്നാൽ രണ്ടാമത്തെ കമ്മ്യൂണിറ്റി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സ്തോത്രം. അവരിങ്ങനെ പാപത്തെ ആസ്വദിക്കുക, ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെയുള്ളവരും ഈ എറണാകുളം ദേശത്തിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്ത് വചനം കൊടുത്താലും അവർ തലനാരിഴയ്ക്ക് കീറി മുറിച്ച് പ്രസംഗിക്കും. പക്ഷെ ഇതൊന്നും പ്രാക്ടീസ് ആക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഇല്ല, അത് ഇഷ്ടമല്ല. അവരെല്ലാം യേശു ജനിക്കുന്നത് എവിടാന്ന് അവർക്കറിയാം, ബേഥലഹേമിലാണെന്നറിയാം. എന്നാ അവിടം വരെ ഒന്ന് പോയി കർത്താവിനെ കാണ്. അതിനോട് അവർക്ക് താല്പര്യമൊന്നുമില്ല. അക്ഷരം 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 അക്ഷരത്തോട് അങ്ങ് ഭയങ്കര പ്രിയമാണ്. ആത്മാവിനോട് ഒരു താല്പര്യവും ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റി. അതാണ് ഈ മൂന്നാമത്തെ കൂട്ടം. എന്നാൽ നാലാമത്തെ കൂട്ടം ഞാൻ ഓൾറെഡി പറഞ്ഞു, എങ്ങനെയും ആ കസേര നിലനിർത്തണം, ആ പൊസിഷൻ നിലനിർത്തണം, ഷോ ഓഫ് കാണിക്കണം, എവിടെ ചെന്നാലും വേദി കിട്ടണം. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിനകത്ത് ഒരു സാധാരണ ഭാഷ ഇങ്ങനെ പറയാറുണ്ട്. ഞാനൊരു കൊട്ടാരക്കരക്കാരനാകുന്നതുകൊണ്ട് ആ ഭാഷയിൽ തന്നെ ഞാനങ്ങ് പറയാം. ഈ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പെട്ടിക്കകത്ത് കയറി കിടക്കണം. പുള്ളിക്ക് വേറൊരു ആഗ്രഹവും ഇല്ല. എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ എന്ത് ചെയ്യണം, കല്യാണ വീട്ടിൽ ചെന്നാൽ ആ ചെറുക്കനെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് പുള്ളിക്ക് അവിടെ കയറിയിരിക്കണം. എന്ന് വെച്ചാൽ എവിടെ ചെന്നാലും എൻ്റെ ഫേസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതാണ് ഈ നാലാമത്തെ കൂട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 കൂട്ടം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിനകത്താണ് മത്തായി തന്റെ സുവിശേഷം എഴുതി പ്രതിഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ മത്തായിയുടെ നമുക്ക് ചോദിക്കാം, മത്തായി ഈ 4 കൂട്ടം ഇവിടെ ഉണ്ടല്ലോ, ഈ 4 ഗ്രൂപ്പ് ഇവിടെ ഉണ്ടല്ലോ, ആകയാൽ നീ എന്ത് വിഷയമാണ് യേശുവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്? സൗഖ്യം തരുന്ന ദൈവത്തെ കുറിച്ചാണോ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ കുറിച്ചാണോ? നീ എങ്ങനെയുള്ള ദൈവത്തിന്റെ ഭാവമാ ഇവിടെ പ്രകടമാക്കാൻ പോകുന്നെന്ന് ചോദിച്ചാൽ മത്തായി പറയോ, ഈ 4 കൂട്ടരുടെ നടുവിലേക്ക് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്താൻ പോകുന്ന യേശുവിന്റെ പ്രത്യേകത അവനൊരു രാജാവാണെന്നുള്ളതാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്ന് വെച്ചാൽ ന്യായപ്രമാണമല്ല മതം, ന്യായപ്രമാണമല്ല ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. പിന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതല്ല അവരുടെ രാജകീയം എന്ന് പറയുന്നത്. ഇവർക്കൊരു രാജാവുണ്ടെന്ന് മത്തായി തന്റെ സുവിശേഷത്തിനകത്തൂടെ പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാ, നമുക്കൊരു രാജാവ് ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം. നമ്മുടെ രാജാവ് ഒരു പാസ്റ്റർ അല്ല, നമ്മുടെ രാജാവ് ഒരു പ്രാസംഗികനല്ല, നമ്മുടെ രാജാവ് ഒരു പ്രവാചകനല്ല. നമ്മുടെ രാജാവ് സാക്ഷാൽ സർവശക്തനായ ദൈവം, പടച്ച തമ്പുരാൻ നമ്മുടെ രാജാവാന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം പറയുക. അപ്പം ദൈവം ഒരു രാജാവാണെന്ന് മത്തായി തന്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജാവ് വെളിപ്പെട്ട് വരുമ്പോൾ സംഭവിക്കുന്ന 1-2 മാറ്റങ്ങളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരണോ. രാജാവ് വെളിപ്പെട്ട് വരുമ്പോൾ സംഭവിക്കുന്ന 1-2 മാറ്റങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവർ അവനോട്, യഹൂദിയ ദേശത്തിലെ ബേഥലഹേമിൽ തന്നെ. അടുത്ത വാക്യം, യഹൂദിയ ദേശത്തിലെ ബേഥലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരില് ഒട്ടും ചെറുതല്ല. അടുത്ത വാക്ക്, എന്റെ ജനമായി ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവന് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും, ഒരു രാജാവ് വരും. അപ്പൊ ഈ രാജാവ് ജനിക്കുന്ന സ്ഥലം എവിടാന്ന് മത്തായി പറയുന്നുണ്ട്. കൃത്യമായിട്ട് മത്തായി അത് പറയും. ഈ രാജാവ് എവിടെ നിന്നാ ജനിക്കുന്നേ? അവൻ യഹൂദിയ ദേശത്തിലെ ബേഥലഹേമിൽ നിന്ന് വരും എന്ന്. ഈ രാജാവ് എവിടെ നിന്നാ വരുന്നത്? അവൻ യഹൂദിയ ദേശത്തിലെ ബേഥലഹേമിൽ നിന്ന് വരും. എന്നിട്ട് പറയാ, ആ ബേഥലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരില് ഒട്ടും ചെറുതല്ല. ഇതേ വാക്യം നിങ്ങൾക്ക് മീഖായുടെ പുസ്തകത്തിൽ കാണാൻ കഴിയും. അവിടെ ഒരു ആത്മീയ ദൂത് മറിഞ്ഞിരിപ്പുണ്ട്. ആ 2 വാക്യങ്ങൾ നമുക്കൊന്ന് തിരിച്ചു വായിക്കണം. മീഖായുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. മീഖായുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേൽ അധിപതിയായിരിക്കേണ്ടത് എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. പ്രത്യക്ഷത്തിൽ ഇത് സെയിം വാക്കാന്ന് തോന്നുന്നു. അപ്പൊ മത്തായി ഈ വാക്യം എഴുതുന്നതിനേക്കാൾ മുമ്പ് മീക്ക ഈ വാക്യം എഴുതിയിട്ടുണ്ട്. 350 വർഷങ്ങൾക്ക് മുമ്പ് മീക്ക ഓൾറെഡി ഈ വാക്യം എഴുതിയിട്ടുണ്ട്. 350 വർഷങ്ങൾക്ക് ശേഷമാ മത്തായി ഈ വാക്യം എഴുതുന്നത്. ഒരു രാജാവ് വരും. രാജാവും മത്തായി വരുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ 350 വർഷങ്ങൾക്ക് പുറകിൽ മീക്ക ഇതൊരു പ്രവചന ശബ്ദം പോലെ നടത്തിയിട്ടുണ്ട്. ഒരു രാജാവ് വരും, അവനൊരു അധിപനായിരിക്കും. എന്നിട്ട് ആ രാജാവ് വരുന്ന സ്ഥലവും മീഖ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നീയോ ബേഥലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. നിങ്ങൾ ഈ 2 വാക്യം എടുത്തോ. ഈ 2 വാക്യം എടുത്തെങ്കിൽ ഈ 2 വാക്യങ്ങളും പ്രത്യക്ഷത്തിൽ ഒരു വാക്യമാണെന്ന് തോന്നുന്നെങ്കിലും ഇതിനകത്തൊരു കൊച്ചു വ്യത്യാസമുണ്ട്. അതെന്താണെന്നൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറയാമോ? അങ്ങനെ ഇപ്പൊ എല്ലാം ഞങ്ങളോട് ചോദിക്കാനാണെങ്കിൽ പാസ്റ്ററിനെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അങ്ങനാണോ? അല്ല. എന്നാ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞാട്ടെ. മീഖായുടെ പുസ്തകത്തിൽ എഴുതിയ സെയിം പ്രവചനമാണ് മത്തായിയുടെ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു കൊച്ചു വ്യത്യാസം ഉണ്ട് അതിനകത്ത്. എന്നാ അത്? മീഖ എന്നാ എഴുതിയേ? മീഖ എഴുതിയത് ആദ്യം എടുത്തേ. മീഖ എന്നാ എഴുതിയേ? നീയോ ബേഥലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേൽ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇതാണ് മീഖ എഴുതിയത്. ഇനി മത്തായി എന്നാ എഴുതിയേ? യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ, യഹൂദദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്നാ വ്യത്യാസം? എന്നാ ഇവർ എഴുതിയതിനകത്ത് ഒരു വാക്കൊന്ന് വ്യത്യാസം എഴുതി. എന്നാ അത്?
അത് തന്നെ സ്തോത്രം. ഞാൻ പറയുന്ന വെച്ചാൽ ഇവർക്ക് വെളിപ്പാടുണ്ട്. ഇവിടെ വെള്ളിയാഴ്ച ഗസ്റ്റ് വേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. സ്തോത്രം. ഇവർക്ക് തന്നെ മാറിയും തിരിഞ്ഞും കൊടുത്താൽ മതി. എത്ര ദിവസം കിടപടഞ്ഞ് തപ്പിയപ്പോഴേ എനിക്കിതിൻ്റെ വ്യത്യാസം കിട്ടിയത്. നിങ്ങൾക്ക് 2 സെക്കൻഡ് കൊണ്ട് ഇത് പിടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളൊരു ചെറിയ കൂട്ടമല്ല. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പോൾ ഈ മീക്ക എഴുതിയ തെറ്റൊന്നും സംഭവിച്ചല്ല. മീക്ക എഴുതി ബേത്ലഹേമേ. ബേത്ലഹേമേ ചോദിച്ചു, എന്നാ നീ യഹൂദ പ്രഭുക്കന്മാരിൽ ചെറുതായിരുന്നാലും നിന്നീന്നൊരു രാജാവ് വരും. സ്തോത്രം. ചെറുതായിരുന്നാലും എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്നാ? ആ മലയാള ഭാഷയുടെ അർത്ഥം നീ ചെറുതാണ്, ഇച്ചിരി കറുപ്പായിരുന്നാലും. അയ്യോ, ആരെ നോക്കി വിളിച്ചതല്ല കേട്ടോ, ഉദാഹരണം പറയാം. ഇച്ചിരി കറുപ്പായിരുന്നാലും എന്ന് പറഞ്ഞാൽ നീ കറുപ്പാണ്. ഈ പഠിക്കാൻ ഇച്ചിരി ബുദ്ധി കുറവായിരുന്നാലും എന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധി കുറവാ. നീ ഫിനാൻഷ്യലി ഇച്ചിരി ബാക്ക് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ നീ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ല, നീ ഒരു ബാക്ക് ആണ്. സ്തോത്രം. അപ്പൊ ചെറുതായിരുന്നാലും എന്ന മലയാള ഭാഷയുടെ അർത്ഥം നീ ചെറുതാണ്, സംശയമില്ല. അപ്പൊ നീ ചെറുതാ ബേത്ലഹേമേ. പക്ഷെ മത്തായി തന്റെ പേന ചലിപ്പിച്ച് ഇതേ പ്രവചനം എഴുതിയപ്പോ, ആ രാജാവ് വരുന്ന സ്ഥലത്തെ കുറിച്ച് എഴുതിയപ്പോ പരിശുദ്ധാത്മ പറഞ്ഞു, ഒരു വാക്യം ഒന്ന് തിരിച്ചെഴുതണേ. മത്തായി ചോദിച്ചു, ഏത് വാക്യപ്പാ തിരിച്ചെഴുതണ്ടേ? അപ്പൊ മത്തായിയുടെ ദൈവം പറഞ്ഞു, അമ്മ 350 വർഷമായിട്ട് ബേത്ലഹേമിനെ നോക്കി പറയുന്നത് ചെറുതാന്താ. ഇനി നീ ആ ബേത്ലഹേമിനെ നോക്കി പറ, യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ ചെറുതല്ല. സ്തോത്രം. അച്ഛാ, എന്റെ ചോദ്യം, 350 വർഷം മുമ്പ് ഈ ബേത്ലഹേമിൽ വന്ന മാറ്റം എന്നാച്ചാ? ഇവിടെ സ്കൂൾ സ്ഥാപിച്ചതാണോ? അല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ 350 വർഷം കൊണ്ട് ബേത്ലഹേമിൽ വന്ന മാറ്റം എന്നാ? ഇവിടെ ബിസിനസ് സ്ഥാപനം ഉയർന്നതാണോ? അല്ലെന്ന് ഞാൻ വിശ്വസിക്കുക. ഇവിടെ വലിയ പാർട്ടികൾ സജ്ജമായതല്ല ഈ ബേത്ലഹേമിനെ മാറ്റി എഴുതിയത്. അന്ന് മീക്ക ജനിക്കുമെന്ന് പറഞ്ഞ രാജാവ് മത്തായിയുടെ കാലത്ത് വന്ന് ജനിച്ചു വീണതാ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ പറയണോ, എന്റെ അകത്തൊരു രാജാവ് പിറന്നു വീണാൽ, എന്റെ കൊച്ചിന്റെ അകത്തൊരു രാജാവ് പിറന്നു വീണാൽ, എന്റെ ഭാവിക്കകത്തൊരു രാജാവ് ജനിച്ചു വീണാൽ, എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ പറയോ, എന്റെ അകത്തൊരു രാജാവ് പിറക്കുന്നുണ്ട്, എന്റെ അകത്തൊരു രാജാവ് പിറക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചെറുതായ ചില അന്തരീക്ഷങ്ങളെ ഒന്ന് മാറ്റാൻ, ചെറുതായ ചില റലങ്ങളെ ഒന്ന് തിരിക്കാൻ രക്തം ക്ഷയമെടുക്കുന്നു. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ തന്നെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ദൂതിങ്ങനെ പറയാ, ചിലരുടെ അന്തരീക്ഷം ദൈവത്തിന്റെ ആത്മാവ് മാറ്റട്ടെ യേശുവിന്റെ നാമത്തില്. ചില സിറ്റുവേഷനെ ദൈവം അങ്ങ് പൊളിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ചില സ്ഥിതികളെ ദൈവം അങ്ങ് പാടെ മാറ്റി എഴുതട്ടെ. മനുഷ്യൻ സകല വിധിയെഴുത്തുകളെയും എന്റെ ദൈവം പൊളിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അല്ല ബ്രദറെ, സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പോഴല്ല. എപ്പോഴും ഞാൻ പറയണ ഒരു വാക്കുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പെട്ടിക്കകത്തിരിക്കും, അഭിഷേകം ഉണ്ടെങ്കിൽ ശിരസിന്റെ മണ്ടയ്ക്കിരിക്കും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഒരു മനുഷ്യനെ ദൈവം ഉയർത്തുന്നതിന്റെ പിന്നിൽ ഒറ്റ രഹസ്യമേ ഉള്ളൂ. അതവന്റെ സൗന്ദര്യമല്ല, കുലശ്രേഷ്ഠതയല്ല, കുടുംബ പാരമ്പര്യമല്ല, അവൻ ജനിച്ച അന്തരീക്ഷമല്ല, അവന്റെ പുറകിൽ ആൾബലമുള്ളതല്ല, അവന്റെ പോക്കറ്റിൽ പണമുള്ളതല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറ, ഒരു രാജാവ് ജനിച്ചു വീണാൽ, ഒരു രാജാവ് എന്റെ കുടുംബത്തിൽ പിറന്നു വീണാൽ, എന്റെ യേശു എന്റെ വീട്ടിൽ ഒന്ന് ജനിച്ചാൽ എന്റെ സ്ഥിതി മാറും. രക്തം ക്ഷയം. ആ വാക്കിനെ പിടിച്ചു നിർത്തി ഇന്ന് രാത്രി സാക്ഷ്യം പറയാൻ പ്രാപ്തിയുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി യോഗത്തിനകത്തില്ലേ? എന്റെ സ്ഥിതി മാറിയതൊരു രാജാവ് വന്നപ്പോഴാ പാസ്റ്ററേ, എന്റെ സ്ഥിതി മാറിയതൊരു രാജാവിന്റെ വീട്ടിനകത്ത് ജനിച്ചപ്പോഴാ. ഒരു പിടി കുയിർ തയറിനകത്ത് ജീവിതം തീർക്കാനിരുന്ന എന്റെ സാഹചര്യത്തിന്റെ കെട്ടടിച്ചത് ഒരു രാജാവിന്റെ വീടിനകത്ത് പിറന്നു വീണപ്പോഴാ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ വിശ്വസിക്ക്, നമ്മുടെ അകത്ത് ജനിച്ച കർത്താവ് ഈ ദേശത്തിൽ ചിലർക്ക് വേണ്ടി ഇറങ്ങി വരും. അവനൊരു രാജാവായി ഇറങ്ങി വരും. നീതി കിട്ടാതെ, നീതി നടപ്പാക്കാതെ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയാം, നീതി നടപ്പാക്കാൻ ഒരു രാജാവ് വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി നമ്മുടെ മേലുള്ള സകല കാര്യങ്ങളെയും ക്രമീകരിക്കുന്നത് മനുഷ്യനല്ല, നമ്മുടെ പുറകിൽ ഒരു രാജാവ് ഉണ്ട്. സ്തോത്രം. മത്തായി പറയുന്നു അവൻ രാജാവാണ്. ഇതാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിൽക്കട്ടെ, ആ ഭാഗത്ത് നമുക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. ആകയാൽ നമ്മൾ വായിച്ചത് 5-ാമത്തെ അധ്യായമാണ്. 1-ാമത്തെ അധ്യായം മുതൽ 5-ാമത്തെ അധ്യായം വരെ എന്ത് നടന്നു എന്ന് പറഞ്ഞെങ്കിൽ 5-ന്റെ 14-ാം വാക്യമായി നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. ആകയാൽ 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. 1-ാമത്തെ അധ്യായം ഇഷ്ടമുള്ളവർ മാത്രം കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ എത്ര പേര് പറയും? റിയലി? ഇന്നയാളെ ജനിപ്പിച്ചു. സത്യസന്ധമായി പറ, ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1-ാം അധ്യായം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവരാകാരം ഒന്ന് ഉയർത്താൻ പറഞ്ഞാൽ, ഓ സ്തോത്രം,
ആരാരെ ജനിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്നാ വാസ സ്തോത്രം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ജനനമാണ്. ആമേ സ്തോത്രം. ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഇത് വംശാവലി എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം 1-ാം അധ്യായം ജനനത്തിന്റെ അധ്യായമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയാം, ആ അധ്യായത്തിൽ കരം വെച്ച് ഇതുവരെ ജനിക്കാത്ത ചില വാഗ്ദത്തങ്ങളെ കണക്റ്റഡ് ആക്കുന്ന ഒരധ്യായമായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചിലത് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇതുവരെ പിറക്കാത്ത ചില വാഗ്ദത്തങ്ങൾ, ഇതുവരെ ഉരുവാകാത്ത ചില വാഗ്ദത്തങ്ങൾ, വർഷങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ദൂത്, യെശയ്യാവ് പ്രവചിച്ചത്, ഇരമ്യാവ് പ്രവചിച്ചത്, പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരും പറഞ്ഞു ഒരു രാജാവ് വരും, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി എന്ന് നമുക്ക് പേര് വിളിക്കാം, അവൻ വീരനാം ദൈവം എന്ന് നമുക്ക് പേര് വിളിക്കാം, അവൻ നിത്യപിതാവായിരിക്കട്ടെ, അവൻ സമാധാനത്തിന്റെ പ്രഭുവായിരിക്കട്ടെ. ഇത് പറഞ്ഞ പ്രവാചകന്മാർ കണ്ണടച്ചു, അവർ മരണത്തിനകത്ത് പെട്ടുപോയി. പക്ഷെ ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ദീർഘവർഷങ്ങളായി പ്രവചിച്ച പ്രവചനം നിവർത്തീകരിക്കപ്പെട്ട ഒരു അധ്യായമാണ് 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. മലാക്കി പുസ്തകം എഴുതി നിർത്തിയ അനന്തരം മത്തായി സുവിശേഷത്തിനിടയിൽ 400 കൊല്ലത്തെ നിശബ്ദതകളാ. എന്റെ പൊന്ന് സഹോദരിമാരെ, മമ്മിമാരെ, പപ്പമാരെ, 1, 2, 3, 4 ഒന്നുമല്ല, 400 കൊല്ലത്തെ ഇരുണ്ട കാലഘട്ടം. ബൈബിൾ സെമിനാറിലൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇറ്റ്സ് എ ഡാർക്ക്നെസ് പീരീഡ് എന്ന്. ഇതൊരു ഇരുണ്ട കാലഘട്ടം. ഒരു പ്രവാചകൻ പിന്നെ എഴുന്നേറ്റില്ല. എന്റെ ഒരു ഭാവന ഞാൻ പറയാം, ഇരുട്ടിന്റെ മുഴുവൻ സ്വാധീനങ്ങളും ഒരുപോലെ ശബ്ദമുയർത്തി പറഞ്ഞു. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം ഹോൾഡിംഗ്, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം അവധി പറഞ്ഞു മാറിപ്പോയി, പ്രവാചകന്മാർ പറഞ്ഞതൊന്നും ഇനി നടക്കത്തില്ല. 400 കൊല്ലത്തെ നിശബ്ദത. തമ്പുരാൻ മിണ്ടുന്നില്ല, ദൈവം സംസാരിക്കുന്നില്ല, ഒറ്റ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നില്ല. ഇരുണ്ട കാലഘട്ടത്തിനകത്ത് ഹൃദയ തകർച്ചയോടെ ഇരിക്കുന്ന ഒരു കുടുംബം, പേര് സെക്കരിയാവ് എലിസബത്ത്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പാ ഒരു ഇടപെടലൊന്ന് സംഭവിക്കണോ. ഇറങ്ങി വന്ന പരിശുദ്ധാത്മാ പറഞ്ഞു, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി 400 കൊല്ലത്തെ നിശബ്ദതകൾക്ക് ഇന്ന് രാത്രി ഞാൻ തിരശീലയിടോ, 400 കൊല്ലത്തെ മൗനതകൾക്ക് ഞാൻ തിരശീലയിടോ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കൾ പറയണോ, കഴിഞ്ഞ 5 മാസമായി ദൈവം എന്നോട് സംസാരിച്ചിട്ട്, കഴിഞ്ഞ 3 മാസമായി എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഒരു കരം ചലിപ്പിച്ചിട്ട്, ഇന്നലത്തെ മാസങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടി അത്ഭുതമായിരുന്നു പാസ്റ്റർ, പക്ഷെ ഇതുവരെ എന്റെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആത്മാവി പറ, അവൻ ചില നിശബ്ദതകൾക്ക് തിരശീലയിടോ, ചില വ്യക്തമായ ദൈവ ശബ്ദങ്ങൾ യേശുവിന്റെ നാമത്തില്. ഇതൊരു പ്രവചന ശബ്ദമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രിത്തെ യോഗത്തിനകത്തുണ്ട്. 400 കൊല്ലം മിണ്ടാത്ത ദൈവം, 400 കൊല്ലം മൗനമായിരിക്കുന്ന ദൈവം, 400 കൊല്ലം ഒറ്റ പ്രവാചകനെ എഴുന്നേൽപ്പിക്കാത്ത ദൈവം. പ്രവചനം പറഞ്ഞ പ്രവാചകൻ മരിച്ചുപോയാലോ, ആ മനുഷ്യന്റെ ശിരസിൽ വാർദ്ധക്യം പിടിച്ചാലോ, അദ്ദേഹത്തിന്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞാലോ, പറഞ്ഞ ദൈവത്തിന് മരണമില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. 400 കൊല്ലം അവൻ നിശബ്ദനായിരുന്നത് ഒരു വാഗ്ദത്തം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു വാഗ്ദത്തത്തെ ഉരുവാക്കാൻ വേണ്ടിയിട്ട്. ആകയാൽ 1-ാമത്തെ അധ്യായം യേശു ജനിച്ചു വീഴുന്ന അധ്യായമാണ്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ജനിച്ചു വീഴുക മാത്രമല്ല, ജനിച്ചു വീണ കർത്താവ് വളരുന്ന അധ്യായമാണ് 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പറയണം, എന്റെ അകത്ത് ചില വാഗ്ദത്തങ്ങൾ ജനിക്കും, ജനിച്ച ചില വാഗ്ദത്തങ്ങളെ വളരുമാറാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഞാൻ പറയുന്ന ഈ വംശാവലി ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളപ്പുറം ഈ ദൂതിനെ ഇങ്ങനെ ചിന്തിക്കണം നിങ്ങൾ. എനിക്ക് ചില വാഗ്ദത്തങ്ങളെ ദൈവം ജനിപ്പിക്കൂ, ജനിച്ച വാഗ്ദത്തം 2-ാം അധ്യായത്തിൽ വളരുമാറാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നിങ്ങൾക്കറിയാം, മെഡിക്കൽ സയൻസ് വിധി എഴുതി തള്ളിമാറ്റിയപ്പോഴാണ് കർത്താവ് ഒരു ആൺതലമുറയെ ഞങ്ങൾക്ക് ദാനമായി നൽകുന്നത്. സകല മെഡിക്കൽ സയൻസ് ഒരുപോലെ പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു റലത്തിനകത്താണ് ഊനമില്ലാത്തൊരു ആൺസന്തതിയെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകുന്നത്. ഈ കൊച്ചു ജനിച്ചപ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ മനസ്സിനകത്തൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ, ഇത്രയും പോണ കുഞ്ഞിനെ അവൻ ഈ കരത്തിനകത്തൊക്കെ ഏന്തി എടുത്തുകൊണ്ട് നടക്കാൻ എന്നാ രസമായിരുന്നെന്നറിയാമോ. അവന്റെ ഉറക്കമൊക്കെ കാണാ, അവന്റെ കണ്ണിന്റെ ഇമയൊക്കെ വെട്ടുന്നതൊക്കെ കാണാ, പിന്നെ അവൻ ആ പാലൊക്കെ കൂടി എന്നോ രസമായിരുന്നെന്നറിയാമോ കാണാന്. പക്ഷെ നിങ്ങൾക്കറിയാമോ, അതിനേക്കാൾ 10 മടങ്ങ് ഒരു സന്തോഷം ഉണ്ടായി. അവൻ ആദ്യമായിട്ട് എന്നെ പപ്പ എന്ന് വിളിച്ചപ്പോ മനസ്സിനേറ്റൊരു തണുപ്പുണ്ട്. അവൻ ആദ്യമായിട്ട് എന്റെ വൈഫിനെ നോക്കി മമ്മി എന്ന് അമ്മ എന്ന് വിളിച്ചപ്പോ മനസ്സിനേറ്റൊരു തണുപ്പുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, ജനനത്തിലുള്ള സന്തോഷത്തെക്കാൾ 10 മടങ്ങ് സന്തോഷമാ ആ കുഞ്ഞിന്റെ വളർച്ചയിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ നോക്കി ഞാൻ പറയാ, ചില വാഗ്ദത്തങ്ങൾ ദൈവം ജനിപ്പിച്ചെങ്കിൽ, ജനിച്ച
ജനിച്ച വാഗ്ദത്തങ്ങളെ വളരുമാറാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഏതൊരു ഹെരോദ മണ്ഡലം ഇന്ന് രാത്രി നമുക്ക് എഴുന്നേറ്റാലോ, ഇനി ഈ ജനിച്ച വാഗ്ദത്തം വളരണ്ടെന്ന് പറഞ്ഞ് സകല അധികാര കസേരകൾ ഒരുപോലെ ചലിച്ചാലോ, വിശ്വസിക്കുന്നവരെ നോക്കി പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു, ജനിപ്പിച്ചവൻ ദൈവമാണെങ്കിൽ ഇതിനെ കെടുത്തിക്കളയാനല്ല ദൈവം ജനിപ്പിച്ചത്. ഇതിനെ സകല അധികാരികളുടെ മുമ്പിലും വളരുമാറാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ദൈവമാ തുടങ്ങിയതെന്ന് ഉറപ്പുണ്ടോ മമ്മി? പരിശുദ്ധാത്മാവാണ് എന്റെ കൊച്ചിനെ പുറത്തു കൊണ്ടുവന്നെന്ന് ഉറപ്പുണ്ടോ? എന്റെ കൊച്ചിന്റെ ഭാവി എന്റെ കരത്തിനകത്തല്ല, എന്റെ കൊച്ചിന്റെ ഭാവി യേശുവിന്റെ കരത്തിലാന്ന് വിശ്വസിക്കുന്നവർക്കായി ജനിപ്പിച്ചവൻ ദൈവമാണെങ്കിൽ അവൻ അതിനെ വളർത്താൻ അറിയാൻ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം പറയുന്നു. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. ഇനി ഇവിടെ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണണമോ? ഇനി ഇവിടെ ഒരു ക്രമം നിങ്ങൾക്ക് കാണണമോ? ഈ കുടുംബജീവിതത്തിനകത്തൊരു ക്രമമുണ്ട്. കുടുംബജീവിതത്തിനകത്തൊരു ക്രമമുണ്ട്. നിങ്ങളുടെ വീടിനകത്ത് പപ്പാ മമ്മി 2 മക്കളെ കാണത്തുള്ളൂ. 4 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരിക്കും നമ്മുടേത്. അല്ലെങ്കിൽ പപ്പാ മമ്മി 3 മക്കൾ, 5 പേരടങ്ങുന്ന ഒരു കുടുംബമായിരിക്കും. ഈ കുടുംബത്തിനകത്തൊരു ക്രമമുണ്ട്. ഒരു കുടുംബത്തിന്റെ നാഥൻ ആരാണെന്നാ നിങ്ങളുടെ ചിന്ത? ഒരു കുടുംബത്തിന്റെ നാഥൻ ആരാണ്? കർത്താവ്. അതിന് താഴെ ആരാണ്? ആ വീട്ടിലെ പപ്പ. പിന്നെ അതിന് താഴെ മമ്മി. അതിന് താഴെ ആരാണ്? പിള്ളേർ. നമ്മളൊക്കെ ഏറ്റവും താഴെയാ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഒരു വീടിന്റെ ക്രമം എന്ന് പറയുന്നത് ആ വീടിന്റെ ഒരു പപ്പായുണ്ട്, അതിന് താഴെ ആ വീട്ടിലെ മമ്മിയുണ്ട്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അപ്പൊ ക്രിസ്തു, അതിന് താഴെ പുരുഷൻ, അതിന് താഴെ സ്ത്രീ, അതിന് താഴെയാണ് ആ വീട്ടിലെ പിള്ളേരെന്ന് പറയും. ഇതാണ് ഒരു വീടിന്റെ ക്രമം എന്ന് പറയുന്നത്. ഈ ക്രമം പാലിക്കാൻ ബൈബിൾ നിർബന്ധമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. ഞാൻ ഈ ഭാഗം ഒന്ന്, ഇത് 2-ാം അധ്യായം വന്ന കാരണത്താൽ ഞാൻ ഈ ഭാഗം ഒന്ന് തെളിയിക്കാം. ഞാൻ ഇന്നേക്ക് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലത്ത് ഒരു ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കലൈപുര സെന്ററിൽ ഒരു ദൈവദാസനാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഈ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന സിസ്റ്റം ഒന്നും ഇപ്പോൾ അങ്ങനെ എത്ര കുറവാണ്. എങ്കിൽ പോലും ഇത് വിളിച്ചു പറഞ്ഞത് നമുക്ക് വേണ്ടി ദൈവദാസനാണ്. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു വാക്ക് സ്തോത്രം പറയാൻ ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ വീട്ടിൽ പ്രായമുള്ള ദൈവദാസൻ അപ്പച്ചനാണ്, നല്ല പ്രായമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വൈഫ് സ്തോത്രം. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര മക്കളാണ്? 3 പേരാണ്. മൂത്തയാള് 3 പേരുടെയും കല്യാണം കഴിഞ്ഞ പാസ്റ്ററെ. അപ്പം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച മൂത്തയാളുടെ കല്യാണം എന്നാ കഴിഞ്ഞത്? പെട്ടെന്ന് ആ മനുഷ്യൻ മറന്നുപോയി. ഇത്രയും വർഷമായല്ലോ, മെമ്മറിയില്ല, ഓർമ്മയില്ല, നശിച്ചുപോയി. ആ മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തെടുത്ത് ആലോചിച്ചിട്ട് പറഞ്ഞു, മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞത് 2002 പാസ്റ്ററെ. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞത് 2002. പെട്ടെന്ന് കിച്ചണിൽ നിൽക്കുന്ന മമ്മി ഒരു പുലി ചാടി വീടുന്ന കണക്ക് ചാടി കുത്തി ഫ്രണ്ട്. ഇടോ മനുഷ്യ, കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് 2002 2004 അല്ലേലും ഈ മനുഷ്യന് ഒരു ഓർമ്മയില്ല പാസ്റ്റർ. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. സിസ്റ്റം പൊളിഞ്ഞു. ഒരു സ്വതന്ത്രം പറഞ്ഞാണ്. ആ വീട്ടിലെ പ്രായമുള്ള അപ്പച്ചനോട് വളരെ മിതമായ ഭാഷയിൽ, വളരെ തന്മയത്വത്തോടെ, വളരെ ശാന്തമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ആണ്ടി ചോടി കുത്തി അതിനകത്ത് വീണിട്ട് ആ സിസ്റ്റത്തെ എല്ലാം പൊളിച്ചുകൊണ്ട് ഇപ്പൊ ആ വീട്ടിലെ ഭരണം അപ്പ ആറതാ പൊളിഞ്ഞുപോയി ആ വീട്. ഇനി ആ ആൻറ്റി 21 210 ദിവസം ഒച്ചും കുത്തി ഉപവസിച്ചാലും ഞാൻ ഉറപ്പിച്ചു പറയാം, ആ വീടിനകത്ത് ബ്ലെസ്സിങ്സ് വെളിപ്പെട്ട് വരത്തില്ല. നിങ്ങൾ അത്രയും കൃപ ഇവർക്ക് കാണില്ല. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇവര് പറയുന്ന നമ്മൾ കേട്ടാലേ പറ്റൂ. അയ്യോ, സ്വോത്രമൊക്കെ ടാക്സി വിളിച്ച് വീട്ടിൽ പോയി. ഒരു സ്വോത്രം പറഞ്ഞാൽ സിസ്റ്റം അതാ, ബൈബിളിന്റെ സിസ്റ്റം അതാ. കഴിഞ്ഞ മാസം 30 ദിവസം ഞാനൊരു 26 ദിവസത്തിലധികം മീറ്റിങ്ങിൽ ഓടി നടന്ന ആളാണ്. ഞാൻ പോയ അത്രയും ശുശ്രൂഷയിൽ എൻ്റെ അപ്പം പോയിട്ടില്ല. സ്തോത്രം. അത്രയും ശുശ്രൂഷയിലൊന്നും എൻ്റെ അപ്പം പോയിട്ടില്ല. ഞാൻ 10-26 ദിവസം മീറ്റിങ്ങിന് ഓടി നടന്നു. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ കീഴിലാണ് ഞാൻ. കണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. 9 മാസം യേശുവിനെ ഉദരത്തിൽ കൊണ്ട് നടന്ന ആരാ? മറിയ. പ്രസവത്തിനെടുത്ത ആരാ? മറിയ. യേശുവിന് ജന്മം കൊടുത്ത ആരാ? മറിയ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? യേശു ജനിച്ചതിന് ശേഷം ആ വീട്ടിലെ സകല കാര്യങ്ങളും കർത്താവ് ഇടപെടുന്നു. പിതാവായ ദൈവം ഇടപെടുന്ന ആരോടാന്ന് അറിയാമോ? യോസെഫിനോടാ. മറിയുടെ അത്രയും കൃപ യോസെഫിന് ഇല്ല. പക്ഷെ സിസ്റ്റം ഇപ്പൊ ഇങ്ങനായി. ആ വീട്ടിൽ ഒരു കൊച്ചും കൂടെ ജനിച്ചല്ലോ. ഇപ്പൊ ആ വീടിന്റെ നാഥൻ യോസെഫ്. അതിന് താഴെയാ മറിയ. അതിന് താഴെയുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടല്ലേ യേശു പോലും മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. സിസ്റ്റം ഇതാണ്. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. അപ്പൊ ജനിച്ച വാഗ്ദത്തം നമ്മുടെ വീട്ടിൽ വളരണമെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. നമ്മുടെ വീടിനകത്ത് ഒരു ഓർഡർ വന്നാൽ മതി, ഒരു ക്രമം വന്നാൽ മതി. ഞാൻ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരോട് പറയാം, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കും, അതായത് നിങ്ങളെ മക്കളായിരിക്കും സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, അവരായിരിക്കും എല്ലാ കാര്യവും ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ജീവനോടിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ വീടിന്റെ ഭരണം മക്കൾക്കുള്ളതല്ല, അത് നിങ്ങളുടെ കയ്യിലായിരിക്കണം. അവസാനത്തെ ഡിസിഷൻ പറയേണ്ടത് നിങ്ങളായിരിക്കണം. അതിന് താഴെ പിള്ളേരെ നിൽക്കാവുള്ളൂ.
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ജനിച്ച വാക്തത്വം വളരണമെങ്കിൽ നിസ്സംശയം ഞാൻ പറയണു, അതിനകത്തൊരു ക്രമം ഉണ്ടായിരിക്കണം, ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇവിടെ 2-ാം അധ്യായം വാക്തത്വം വളരുമാറാകുന്ന അധ്യായമാണ്. എന്നാൽ 3-ാം അധ്യായത്തിനകത്തേക്ക് വന്നപ്പോൾ ഏറ്റവും മാർമികമായ ഒരു രഹസ്യം, ജനിച്ച വാക്തത്വം വളർന്ന വാക്തത്വത്തെ ദൈവരാജ്യത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൺസെപ്റ്റാണ് 3-ാം അധ്യായത്തിനകത്തുള്ളത്. അവിടാണ് ദൈവരാജ്യത്തിന്റെ മാർമിക രഹസ്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. 3-ാം അധ്യായം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മാർമിക രഹസ്യങ്ങളാണ്. സ്തോത്രം. യോഹന്നാൻ പറയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 3-ന്റെ വാക്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ 3 രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടി വരും. 3 രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടി വരും. 1-ാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഐഹിക രാജ്യം. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ. അറിയാം, നിങ്ങൾക്കറിയാം. 2-ാമത്തെ രാജ്യം എന്ന് പറയുന്നത് പൈശാചിക രാജ്യം. പറഞ്ഞേ. 3-ാമത്തെ രാജ്യം അത്രേ ദൈവരാജ്യം. ഒന്ന് പറഞ്ഞേ, ദൈവരാജ്യം. അപ്പൊ ഈ 3 രാജ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു ചിന്തയുണ്ടായി, പാസ്റ്റർ ഇതിനിടയിൽ ഇനിയൊരു രാജ്യം കൂടെ ഉണ്ടല്ലോ. അതേതാ? സ്വർഗരാജ്യം. അപ്പൊ ഈ ദൈവരാജ്യവും സ്വർഗരാജ്യവും എന്നാ? പെട്ടെന്ന് പറഞ്ഞു. ദൈവരാജ്യവും സ്വർഗരാജ്യവും എന്നാ ബ്രദറെ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവരാജ്യം ഇപ്പൊ തന്നെ നമ്മുടെ നടുവിൽ ഉണ്ടല്ലോ. അപ്പൊ സ്വർഗരാജ്യം എന്നാ? പെട്ടെന്ന് പറയുന്നത് മേളിലാന്ന് കാണിച്ചു. സ്തോത്രം. അല്ല, ഈ ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മത്തായി യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ എഴുതുന്നത്. അതുകൊണ്ട് താൻ ഇച്ചിരി സ്റ്റാൻഡേർഡ് ലെവലിൽ ആ പദത്തെ ഒന്ന് സൂചിപ്പിച്ചു, സ്വർഗരാജ്യം. എന്നാൽ മർക്കോസും ലൂക്കോസും സാധാരണക്കാർക്ക് വേണ്ടി എഴുതുന്നതുകൊണ്ട് അത് ഇച്ചിരി കൂടെ സിമ്പിളായി വ്യാഖ്യാനിച്ചു ദൈവരാജ്യം. അച്ഛാ, ഇത് രണ്ടും ഒന്നാണ്. ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണ്. സ്തോത്രം. ദൈവമുണ്ട്, ദൈവരാജ്യമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ. ദൈവമുണ്ട്. ഇനി അടുത്ത വാക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു. അല്ല, സ്വർഗമുണ്ട്, സ്വർഗരാജ്യവും ഉണ്ട്. കണ്ടോ? കിട്ടിയോ? അപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ 4 പേര്, അത് ദൈവരാജ്യമാക്കാം, അത് സ്വർഗരാജ്യമാക്കാം. പക്ഷെ സ്വർഗമുണ്ട്, സ്വർഗരാജ്യവും ഉണ്ട്. സ്വർഗരാജ്യം എവിടാ? സ്വർഗരാജ്യം ഇവിടെ തന്നെ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വർഗം എവിടാ? സ്വർഗരാജ്യം അല്ല, സ്വർഗം എവിടാ? അത് മേലില്ല. കൺഫ്യൂഷനായി. തീർത്തിട്ട് പോയാൽ മതി. 10 മണി വരെ സമയം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. 2 മണിക്കൂറും കൂടെ ഉള്ളു, പെട്ടെന്ന് പറയണം കേട്ടോ. അപ്പൊ ഈ ആദ്യം അറിയേണ്ട രാജ്യം ഐഹിക രാജ്യത്തെ കുറിച്ചാണ്. ഈ ഐഹിക രാജ്യത്തെ കുറിച്ച് പഠിച്ചിട്ടേ പൈശാചിക രാജ്യത്തെ കുറിച്ച് അറിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ 3-ാം അധ്യായമായ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഐഹിക രാജ്യത്തെ കുറിച്ച് 1-2 ഭാഗങ്ങളൊന്ന് തൊട്ട് വിട്ടിട്ട് നമ്മുടെ വാക്യത്തിലേക്ക് നമുക്ക് വരണം. എന്താ ഐഹിക രാജ്യം? ഐഹിക രാജ്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഈ കാണുന്ന സർവ്വചരാചരങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ നാടാണ് ഐഹിക രാജ്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ രാജ്യത്തിന്റെ പ്രത്യേകതയുണ്ട്. പ്രത്യേകതയല്ല, ഒരു പ്രശ്നമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇത് നശ്വരമാണ്, ഇത് പൊളിഞ്ഞു പോകും. സത്യമാണോ? എത്ര വലിയ വീടാണെങ്കിലും എത്ര വലിയ വണ്ടിയാണെങ്കിലും പോട്ടെ, ഇവിടെ താമസിക്കുന്ന നമ്മുടെ സ്ഥിതിയോ? നമ്മൾ പൊളിയും. അല്ലെങ്കിൽ എന്നാ രസമായിരുന്നു. എനിക്കിപ്പോ 34 വയസ്സായി. എനിക്ക് എന്നും 34 വയസ്സ്. 10 വർഷം കഴിയുമ്പോൾ എന്നെ മീറ്റിങ്ങിന് വിളിക്കണ വെച്ചാ അന്നും എനിക്ക് 34 വയസ്സ്. എന്നാ രസമായിരുന്നു. കണ്ണാടിയും വെക്കണ്ട, നരയില്ല. പക്ഷെ ഈ നമ്മൾ താമസിക്കുന്ന ഐഹിക രാജ്യത്തിലാകുന്നതുകൊണ്ട് ഇത് നശ്വരമാണ്, ഇത് പൊളിയും, ഇത് തകരും. ഇവിടെ എന്ത് നട്ടാലും തകരും. ഇവിടെ അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് ഈ കള്ളനും എല്ലാം കൂടെ കയറി മോഷ്ടിക്കുന്ന ഇവിടെ നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊന്നും കയറാത്ത ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇത് നശ്വരമാ. നിൽക്കട്ടെ, ഐഹിക രാജ്യം നശ്വരമാ. ഇനി 2-ാമത്തെ രാജ്യമാണ് പൈശാചിക രാജ്യം. പൈശാചിക രാജ്യത്തിനകത്ത് നമ്മൾ പോകുന്നുണ്ടോ? പൈശാചിക രാജ്യത്തിന്റെ വക്താക്കളാണോ നമ്മളെന്നറിയാൻ 1-2 തെളിവുകൾ പറയുമ്പോൾ മനസ്സിലായി. കൈയൊന്നും ഉയർത്തണ്ട, ഒന്ന് ആത്മാവിൽ അങ്ങ് വിവേചിച്ചാൽ മതി. നമ്മൾ പൈശാചിക രാജ്യത്തിലാണോ എന്നറിയാനുള്ള 1-2 തെളിവുകൾ. ഈ പൈശാചിക രാജ്യത്തിന് ഒരു നിബന്ധനയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് സത്യം പറയാൻ പാടില്ല, കള്ളം മാത്രമേ. ബൈബിളിൽ അങ്ങനെ കിടക്കുന്നത്. അവൻ ഭോഷ്കിന്റെ അപ്പനുമാകുന്നു. അപ്പോ കള്ളം പറയാത്തവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉണ്ടോ? നമ്മൾ ഇടയ്ക്കാണ്ടൊക്കെ ഈ പൈശാചിക രാജ്യത്തൊന്ന് വിസിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും ഇല്ല, ജസ്റ്റ് അവിടെ എന്തൊക്കെയാണെന്ന് അറിയാൻ ഒന്ന് കള്ളം പറയപ്പെടെ ഒന്ന് പോയിട്ട് വരുന്നുണ്ട്. സ്തോത്രം. ഇതിപ്പോ നമ്മൾ വണ്ടിക്കൂലി മുടക്കി പോണ്ടെന്നാ എന്റെ ചിന്ത. നമ്മൾ ജസ്റ്റ് ഒരു പോഷ്ക്ക് പറഞ്ഞാൽ പുള്ളി നമ്മൾ അവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. ഒരു സ്വത്രം പറഞ്ഞേ. ഇനി പൈശാചിക രാജ്യത്തിന്റെ 2-ാമത്തെ റലം എന്നാണെന്നറിയാമോ? മോഷണമാ. എന്നാ? മോഷണം. അകൽ മോഷ്ടിച്ചിട്ടില്ലാത്തവർ ഒന്ന് കരം ഉയർത്താൻ പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. ഓക്കെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഈ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ മോഷണത്തിന്റെ 2-3 റലങ്ങൾ എന്റെ മനസ്സിനകത്തേക്ക് പെട്ടത്. ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും പ്രസംഗ ഭാഗമല്ല. എങ്കിൽ പോലും മോഷണത്തിന്റെ 2-3 റലങ്ങൾ എന്ന് പറയുന്നത് ഈ ആക്കാൻ മോഷ്ടിച്ചു. നിങ്ങൾക്കറിയാം, ആക്കാൻ മോഷ്ടിച്ചു സ്വന്തം വീട്ടിൽ നിന്നല്ല, സ്വന്തം നാട്ടിൽ നിന്നല്ല, മറ്റൊരു നാട്ടിൽ നിന്നാ. അപ്പൊ മറ്റൊരാളുടെ നന്മ എടുത്താൽ അതിന്റെ പേരെന്നാ? മോഷണം. ഇനി റാഹേല് നന്മ എടുത്തത് മറ്റൊരു നാട്ടിൽ നിന്നാണോ? മറ്റൊരു വീട്ടിൽ നിന്നാണോ? സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം അപ്പൻ. അപ്പൊ സ്വന്തം അപ്പൻ അറിയാതെ പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താലും
മോഷണമാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത് രണ്ടും മോഷണമാണ്. ഇതിന് രണ്ടിനും ഒരു കൺസെപ്റ്റാ ബൈബിള്. ഇനി മൂന്നാമത്തെ മോഷണം കേൾക്കണം, നമ്മളെ ചങ്ക് തകർന്നു പോകും. ഇത് പുസ്തകത്തിൽ വായിച്ചറിഞ്ഞതൊന്നുമല്ല, പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം ഇട്ട 1-2 തോട്ട്സുകളായിരുന്നു. വലിയ വെളിപ്പാടായിട്ടൊന്നും, ജസ്റ്റ് ഒരു തോട്ടായിട്ട് മാത്രം എടുത്താൽ മതി. മൂന്നാമത്തെ മോഷണത്തിന്റെ റെലവെന്ന് പറയുന്നത്, യേശുവിന്റെ അടുക്കെ പത്രോസ് വന്നിട്ട് പറഞ്ഞു, കർത്താവേ ടാക്സ് അടയ്ക്കാൻ പൈസയില്ല. കർത്താവ് പറഞ്ഞടാ, മത്സ്യം പിടിച്ചാൽ മതി, അതിനകത്ത് സാധനം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കൊടുക്കുമ്പോൾ എനിക്കും കൂടെ എന്ത് ചെയ്യണം? അതെന്തിനാ കർത്താവ് നീ കൊടുക്കുന്നത്? അപ്പൊ കർത്താവ് പറയും, ഇത് അധികാരിക്ക് പോകേണ്ട ടാക്സാ, ഈ ടാക്സ് ഞാൻ പിടിച്ചു വെച്ചാൽ അതിന്റെ പേരെന്താ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞങ്ങളുടെ ചർച്ച് ഇപ്പം പുതിയ ചർച്ച് ഞങ്ങളിപ്പോൾ പണിതു, പുതിയ ഹോളാണ്. അച്ഛനൊക്കെ അറിയാം, സ്തോത്രം, ഓടാട്ടുകാരാണത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് 2 ഡൈനോടെക്കിൻ്റെ ബോക്സ് ഉണ്ട്. 1-2 ഫീഡ്ബാക്ക് കൂടെ വേണം. അപ്പോൾ ഈ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് ഞാനൊരു ഷോപ്പിൽ പോയി. ലൈവ് പോകുന്നതായതുകൊണ്ട് ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല. ഷോപ്പിൽ പോയി. അപ്പോൾ ഈ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഡൈനോടെക്കിൻ്റെ ബോക്സിന് 1500 വാട്ട്സിന് എത്ര? അപ്പോൾ പുള്ളി പറഞ്ഞു 1000 വാട്ട്സിന് എത്ര? പുള്ളി പറഞ്ഞു 36,500 സാറേ, 36,500. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണല്ലോ എടുക്കുന്നത്, എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടോ? പുള്ളി പറഞ്ഞു, ഒരു റിഡക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞു, ഓണം, ക്രിസ്മസ്, വെക്കേഷന്, ഈസ്റ്റർ എല്ലാം കൂടെ ചേർത്ത് എന്തെങ്കിലും ഒന്ന്? പുള്ളി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞില്ലേ പാസ്റ്റർ, ആ സീസൺ അല്ലല്ലോ ഇപ്പോൾ. ഇല്ല, ഒന്നുമില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, എന്തെങ്കിലും ഒന്ന്. അവസാനം പുള്ളി എന്നോട് പറഞ്ഞു, ഓരോ ഓപ്ഷൻ ഉണ്ട്. എന്നാ, ഈ ബില്ലില്ലാതെ വേണമെങ്കിൽ സാധനം തരാം, ഒരു 10-500 രൂപ ഞാൻ എന്ത് ചെയ്യാം? കുറയ്ക്കാം. കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കൊച്ചു പ്രശ്നമുണ്ട്. ഈ ബില്ലില്ലാതെ ആ സാധനം ഞാൻ മേടിച്ചു കൊണ്ടുവച്ചാൽ ടാക്സ് പോകേണ്ട പൈസ ഞാൻ എന്ത് ചെയ്യും? വെട്ടിക്കും. പക്കാ കള്ളനായി മാറും ഞാൻ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. യാക്കോബിന്റെ ലേഖനത്തിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാക്യമുണ്ട്, വേലക്കാരന്റെ നന്മ നീ പിടിച്ചു വെച്ചാൽ ആ പിടിച്ചു വെച്ച നന്മ നിന്റെ കയ്യിലിരുന്നുകൊണ്ട് നിലവിളിക്കും. സ്തോത്രം. മനസ്സിലാക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഈ ബ്രദറിന് 1000 രൂപ ഇന്ന് രാത്രി കൊടുക്കണം. പുള്ളി രാവിലെ തൊട്ട് അധ്വാനിച്ച ആളാ. വൈകിട്ട് ഞാൻ 1000 കൊടുത്തേ പറ്റൂ, എൻ്റെ വയലിൽ ജോലി ചെയ്ത ആളാ. പക്ഷെ വൈകിട്ടാകുമ്പോൾ ഈ പുള്ളിയുടെ പൈസ കൊടുക്കേണ്ട 1000 ഞാൻ പിടിച്ചു വെച്ചാൽ ആ പൈസ എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട്, അച്ഛൻ്റെ കയ്യിലിരിക്കേണ്ടതല്ല അച്ഛാ, അച്ഛൻ എന്നെ വിടച്ചാ, ഞാൻ പുള്ളിയുടെ കയ്യിലോട്ട് പോട്ടെ അച്ഛാ, പുള്ളിയുടേതാ അച്ഛാ, അച്ഛൻ എന്തിനാ അച്ഛൻ എന്നെ പിടിച്ചു വെച്ച്? ഇങ്ങനെ ആ പൈസ എൻ്റെ കയ്യിലിരുന്നുകൊണ്ട് പക്കാ മോഷണം ഇതൊക്കെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സാലറി കൊടുക്കേണ്ട നന്മ പിടിച്ചു വെച്ചാൽ, മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കടം പിടിച്ചു വെച്ചാൽ, കൊടുത്തു തീർക്കേണ്ട പൈസ നമ്മൾ ഇതിന്റെ പേര് മോഷണമെന്നാ. ഒരു സ്വത്രം പറഞ്ഞേ. എന്തോ ഇന്ന് രാത്രി ഇങ്ങനെ പറയാനൊരു നിയോഗം, പറയുമ്പോൾ ഒരു സന്തോഷമൊക്കെ അങ്ങ് വരിക. സ്വത്രം. എനിക്ക് നിങ്ങൾക്കറിയാം എൻ്റെ പ്രസംഗത്തിന് പൊതുവെയുള്ള പരാതി ഭയങ്കര സ്പീഡ് കൂടുതലാണെന്നുള്ളത്. അതിന് ആ ശൈലിയൊക്കെ ഒന്ന് ഒളിച്ചുകൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ട് നിർത്തി പറയുക. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇരിക്കുന്നവരോട് പറയുന്നു, ഈ പൈശാചിക രാജ്യത്തിന്റെ 2ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്ന മോഷണമാണ്. 3ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവൻ കൊല ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് കൊല ചെയ്യും. നമ്മൾ ആരും കൊലപാതകളല്ലാത്തത് കൊണ്ട് ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പക്ഷെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കൂട്ടുകാരനെ പകയ്ക്കുന്നവൻ കൊലപാതകരാകും. സ്വത്രം. അപ്പൊ നമ്മളും ഇടയ്ക്കൊക്കെ കൊല ചെയ്തു. ഇത് പൈശാചിക രാജ്യത്തിന്റെ 3 കൺസെപ്റ്റ് ആണ്. നിൽക്കട്ടെ. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്ന 3ാമത്തെ ഒരു റെലമുണ്ട്. അപ്പൊ ഐഹിക രാജ്യം, പൈശാചിക രാജ്യം, ദൈവിക രാജ്യം. ഈ ദൈവിക രാജ്യത്തിന്റെ ഏറ്റവും വലിയ മാർമിക സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പഠിപ്പീരെന്ന് പറയുന്നത് അവിടുത്തെ നിയമങ്ങളാണ്. സ്തോത്രം. അത് ചെറുതല്ല. ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ 1-2 പറയട്ടെ. ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ. സ്തോത്രം. ഇവൻ വന്നിരുന്നപ്പോ തൊട്ട് ഇവനെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇറങ്ങാലോ അല്ലേ? ഇറങ്ങാം. ഇപ്പൊ തിരിച്ചു കയറും കേട്ടോ, പേടിക്കണ്ട. സ്തോത്രം. അപ്പൊ ഇവൻ വന്നിരുന്നപ്പോ തൊട്ട് അപ്പൊ എനിക്ക് ഇവന് ഒരെണ്ണം കൊടുത്തേ പറ്റുള്ളൂ. ഇവൻ എന്റെ മീറ്റിങ്ങിന് സ്വത്രം പറയുന്നേ ഇല്ല. അവന് ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവന് ഒരടി കൊടുത്തു. മക്കളെ, നീ ദൈവരാജ്യത്തിന്റെ അംഗമാണെങ്കിൽ ഈ അടി കിട്ടിക്കഴിഞ്ഞാൽ നീ എന്താ ചെയ്യണം? ആണ്ടോ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞപ്പോ തന്നെ വല പുള്ളിയെ ഇരുട്ടത്ത് കിട്ടട്ടെ ഞാനൊന്ന്. അച്ഛാ, ഇവൻ ദൈവരാജ്യത്തിന്റെ അംഗമാണെങ്കിൽ ഈ അടി കിട്ടിയാൽ തൊട്ടടുത്തവൻ ചെയ്യേണ്ട കാര്യം മറ്റേ ചെകിടും കൂടെ. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ നമ്മുടെ നിയമം അല്ല ദൈവരാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത്. എൻ്റർലി ഈ സാധനം ഭയങ്കര ഡിഫറെന്റ് ആണ്. സ്തോത്രം. നമ്മൾ താമസിക്കുന്ന ലോകത്തിന്റെ സിസ്റ്റമേ അല്ല ദൈവരാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത്. ഇത് പഠിക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര പാടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇത് പ്രാക്ടീസ് ചെയ്യാതെ മേലോട്ട് പോകാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തിന്റെ നിയമം ഇവിടെ പരിശീലിക്കാതെ സ്വർഗത്തോട് പോകാൻ പറ്റില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വർഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ. റിയലി ഇത്രയും പേരുണ്ടോ? സ്തോത്രം. കർത്താവിന്റെ ദാസന് സാം പാസ്റ്ററാണെന്ന് തോന്നുന്നു. അതെ, സ്വർഗത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്നുള്ള ഒരു വലിയ ചോദ്യം വന്നു. 4 അഭിപ്രായങ്ങളാണ് പെന്തക്കോസുകാരുടെ നടുവിൽ വെളിപ്പെട്ട് വന്നത്. അദ്ദേഹത്തിന്റെ ഭാഗം ഞാൻ കടമെടുത്ത് പറയുകയാണ്. 4 അഭിപ്രായങ്ങളാണ് സ്വർഗത്തേക്ക് പോകുന്നത് എന്തിനാണ്. 4 അഭിപ്രായങ്ങളാണ് വെളിപ്പെട്ട് വന്നത്. ഈ കൂട്ടത്തിൽ നിങ്ങൾ ഏത് അഭിപ്രായക്കാരാണെന്ന് എന്നോട് പറയണം കേട്ടോ. 1ാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, വലിയൊരു കമ്മ്യൂണിറ്റി പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള കാരണം, ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ ഭൂമിയോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ല. ഇവിടെ എന്നാ പാടാ, എല്ലാ ദിവസവും 4:30 എണ്ണിക്കണം, അരി കഴി അടുപ്പത്ത് ഇടണം, പിന്നെ പിള്ളേരെ സ്കൂളിൽ ഒരുക്കി വിടണം, പിന്നെ ഡ്യൂട്ടി ചെയ്യണം, ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യണം, പ്രഷർ, തലവേദന എടുത്ത് ഊപ്പാട് വന്നു. ആമേൻ. വേണ്ട പാസ്റ്റർ, എനിക്ക് ഭൂമിയോട് ഒരു താല്പര്യവും
ഇല്ല. എങ്ങനെയെങ്കിലും അങ്ങ് മേളിൽ പോയാൽ മതി. ഈ ഒരു കൺസെപ്റ്റ് സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഹാലലുയ പറഞ്ഞേ ആരുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി 4 ഓപ്ഷൻ ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പോൾ സമയമുണ്ടല്ലോ. സ്തോത്രം. എന്നാൽ രണ്ടാമത്തെ കമ്മ്യൂണിറ്റി പറഞ്ഞത് എന്നാണെന്നറിയാമോ? രണ്ടാമത്തെ കമ്മ്യൂണിറ്റി പറഞ്ഞത് ഭൂമി ഇഷ്ടപ്പെടാത്തോണ്ടൊന്നുമല്ല, ഞങ്ങൾക്ക് നരകത്തെ ഭയങ്കര പേടിയാ. അതുകൊണ്ട് നരകത്തിൽ പോയില്ലേ പിന്നെ എവിടെ പോകാൻ പറ്റുള്ളൂ? സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർ എന്നോട് പറഞ്ഞു, നരകത്തിനകത്ത് സ്തോത്രം കെടാത്ത തീയും ചാകാത്ത പുഴുവുണ്ട്. അത് ബൈബിളിനകത്തുമുണ്ട്. പക്ഷെ ആ ടീച്ചർ കൈ നിട്ടൊരു കാര്യം പറഞ്ഞു, അവിടെ പുഴുവിന്റെ മെത്തയുണ്ടെന്ന്. സ്തോത്രം. അന്നേ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, കർത്താവേ ഞാൻ അങ്ങോട്ട് എന്തായാലും പോകണില്ല, പിന്നെ അവിടെ പോയില്ലേ എവിടെ പോകാൻ പറ്റൂ? സ്വർഗത്തേക്ക് പോകാൻ പറ്റൂ. നരകം പേടിച്ച് സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഒരു ഹാലലുയ പറഞ്ഞേ. ആഗ്രഹിക്കുന്ന ഒരു മോൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇനി മൂന്നാമത്തെ കമ്മ്യൂണിറ്റി പറഞ്ഞാലെന്നറിയാമോ? ഭൂമി ഇഷ്ടപ്പെടാത്തോണ്ടൊന്നുമല്ല, നരകം പേടിച്ചൊന്നുമല്ല പാസ്റ്ററെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഒറ്റ റീസണേ ഉള്ളൂ. എന്നാ? അവിടെ ചെന്നാലേ പ്രതിഫലം കിട്ടത്തുള്ളൂ പാസ്റ്ററെ. സ്തോത്രം. ഈ കിടന്ന് അനുഭവിച്ചതിനെല്ലാം പ്രതിഫലം വേണ്ട, കിരീടമൊക്കെ തരാന്ന തമ്പുരാൻ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അവിടെ വീട് ദൈവം വെച്ചിട്ട് ആ വീടൊക്കെ ഒന്ന് പോയി കാണണ്ടേ? അതെവിടെ പോയാലേ കാണാൻ പറ്റൂ? പ്രതിഫലം മോഹിച്ച് സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നു സത്യസന്ധമായിട്ട് അങ്ങനെയുള്ളവർ മാത്രം കാരൊന്നും ഉയർത്തിക്കേ. നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒന്നും ഇല്ലല്ലേ? റിയലി? സ്തോത്രം. എന്നാ നാലാമത്തെ കൂട്ടം പറയാണേ, നാലാമത്തെ ഗ്രൂപ്പ് പറയാണേ, പാസ്റ്റേ ഞങ്ങൾക്ക് ഭൂമി ഇഷ്ടപ്പെടാത്തോണ്ടൊന്നുമല്ല. അതിന്റെ നാലാമത്തെ കൂട്ടം പറയാ ഞങ്ങൾക്ക് നരകം പേടിച്ചൊന്നുമല്ല. നാലാമത്തെ കൂട്ടം പറയാ ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ ഒന്ന് കാണണം. സ്വർഗത്തേക്ക് പോകാൻ ഞങ്ങൾ ഒറ്റ വാഞ്ചയിലേരി. ഞങ്ങളുടെ പ്രാണപ്രിയൻ അവിടെ, അവൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതാ. ആ യേശുവിനെ ഞങ്ങൾക്ക് കാണണമെങ്കിൽ സ്വർഗത്ത് പോയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവർ പറയണം, ദൈവരാജ്യത്തെ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട്, സ്വർഗരാജ്യത്തെ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങ് മേളിലോട്ട് പോകാൻ പോവാ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്നടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ആത്മാവിൽ അത് കാണുന്നവർ മാത്രം ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുകയാണ്. ആമേൻ. അപ്പം മൂന്നാമത്തെ അധ്യായം ദൈവരാജ്യത്തെ കുറിച്ച് പറയാം. എന്നാൽ നാലാം അധ്യായം പിശാച് അവന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നു. ആമേൻ. എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം. അവന്റെ രാജ്യത്തെ കുറിച്ച് പറയുക. ഈ 4 അധ്യായത്തിൽ 4 വിഷയങ്ങളെ പൗലോസ് മത്തായി പറഞ്ഞു അവതരിപ്പിച്ചിട്ട് 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ ഒരു കൺസെപ്റ്റ്, ഒരു തോട്ട് പാറ്റേൺ മത്തായി പറയുന്നുണ്ട്. അതിവിടെ കിടപ്പുണ്ട് ആ വാക്യങ്ങൾ. നിങ്ങൾക്ക് കാണാതറിയാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ള. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്തോ കിട്ടും? ആശ്വാസം കിട്ടും. പിന്നെ പറയും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ. ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ. പിന്നെ പറയാ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആമേൻ. ഇത് ദൈവരാജ്യത്തിന്റെ ഒരു തോട്ട് പാറ്റേൺ ആണ്. ഇതിനൊരു കൺസെപ്റ്റ് 5-ാം അധ്യായത്തിൽ പറഞ്ഞ് അവതരിപ്പിക്കുക. അപ്പൊ 5-ാമത്തെ അധ്യായം ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ കുറിവാക്യമായ 14-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോ ദൈവം മറ്റുള്ളവരോട് അല്ലെങ്കിൽ തന്നോട് ചോർന്നിരിക്കുന്ന കമ്മ്യൂണിറ്റിയോട് ഒരു ദൂത് പറയുന്നു. ആ ദൂത ഇന്ന് രാത്രി സഭയോട് പറയാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇച്ചിരി കൂടെ ശ്രദ്ധിച്ചു കേൾക്കണം. 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദൈവം നേരിട്ട് ജനത്തോട് പറയുന്നൊരു ദൂതാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ആ വാക്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത്രയും കൺസെപ്റ്റ് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട്, ഇത്രയും ദൂതുകൾ അവരോട് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവം പൊതു ദൂത് ഈ ഇരിക്കുന്ന കൂട്ടത്തോട് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. സ്തോത്രം. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഒരു കുടുംബത്തിന്റെ വെളിച്ചമാണെന്നല്ല, നിങ്ങളൊരു വ്യക്തിയുടെ വെളിച്ചമാണെന്നല്ല, നിങ്ങൾ എറണാകുളം പട്ടണത്തിന്റെ മാത്രം വെളിച്ചമാണെന്നല്ല ദൈവം പറഞ്ഞത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് വെച്ചാൽ ലോകം എവിടെല്ലാം പടർന്ന് പന്തലിച്ച് കിടക്കുന്നു അവിടുത്തെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രകാശമാ ഞാനെന്ന് ദൈവം പറഞ്ഞു പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പറയണോ, ഞാൻ എന്ന് പറയുന്ന പ്രകാശം അത് ലോകത്തിന്റെ പ്രകാശമാണ്. സ്തോത്രം. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് എന്നെ ദൈവം കത്തിച്ച് നിർത്തുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ പറയാമോ? യേശു പറയുക, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിട്ട് അടുത്ത ഭാഗം ശ്രദ്ധേയമാണ്. അവിടെയാണ് ഈ സഭയോട് ഭയങ്കര കണക്റ്റഡ് ആകുന്ന ദൂത്. മലമേലിരിക്കുന്ന പട്ടണോ മറഞ്ഞിരിക്കാം, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വെക്കത്തില്ല. ഇവിടെ പിശാചിന്റെ ഒരു അജണ്ട നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം ഈ വാക്ക്. പിശാചിന് കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു ദൈവകുഞ്ഞിനെ കുറിച്ച് 2 അജണ്ടകളാണുള്ളത്. ഒന്ന്, അവനെ എങ്ങനെയും അണച്ചു കളയണോ, അവനെ എങ്ങനെയും തകർത്ത് കളയണോ, അവനെ എങ്ങനെയും നിഷ്ഫലമാക്കണോ, അവന്റെ സകല കൃപാവരങ്ങളെയും ഇല്ലാതാക്കണം. ഇത് പിശാചിന്റെ ഒരു ഭയങ്കര പദ്ധതി.
പദ്ധതിയാ. ഇനി അവൻ അണഞ്ഞു പോയില്ലെങ്കിൽ പൈശാചിക പദ്ധതിയുടെ രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത് അവനെ എങ്ങനെയെങ്കിലും മറച്ചു കളയണമെന്നുള്ളതാ. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ഈ ഇരിക്കുന്ന കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയാം, നീ അണഞ്ഞു പോകത്തതുമില്ല, നീ മറഞ്ഞു പോകത്തതുമില്ല, നീ കത്തി ഉദിച്ചുയർന്നു നിൽക്കുന്ന ഒരു ശോഭയുള്ള വിളക്കാക്കി പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എനിക്കറിയാം ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ഒത്തിരി ദൈവത്തിന്റെ മക്കൾ മറഞ്ഞുപോയവരുണ്ട്. ഇന്ന് രാത്രി എന്റെ പ്രസംഗ വിഷയം അണഞ്ഞുപോയതിനെ കുറിച്ചല്ല, അണഞ്ഞുപോയതിനെ ഇനി എന്ത് ദൈവം ചെയ്യുമെന്നുള്ള ഭാഗം ഞാൻ ഇന്ന് രാത്രി പഠിപ്പിക്കുന്നില്ല. പക്ഷെ മറഞ്ഞുപോയ ചിലതിനെ എന്റെ ദൈവം ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? എന്റെ പാസ്റ്ററെ അഭിഷേകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര അഭിഷേകമാ. കൃപയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര കൃപയാ. മമ്മി പ്രാർത്ഥനയുണ്ടോ? ഭയങ്കര പ്രാർത്ഥനയാ പാസ്റ്ററെ. ഒരു വെളിപ്പാട് കാണാനുള്ള കൃപയുണ്ടോ? ഭയങ്കര കൃപയാ പാസ്റ്ററെ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൂത് പ്രകാശിക്കാറുണ്ടോ? ഉണ്ട് പാസ്റ്ററെ. പക്ഷെ പുറത്തു വന്നിട്ടില്ല. പിശാച് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക. വിളക്കാണോ? വിളക്കാ. കത്തി നിൽക്കുന്നുണ്ടോ? കത്തി നിൽക്കുന്നുണ്ടോ, പക്ഷെ മറഞ്ഞിരിക്കുക. പക്ഷെ അങ്ങനെയുള്ളവരെ നോക്കി ആത്മാവിൽ ഞാൻ പറയുന്നു, അവന്റെ രണ്ടാമത്തെ അജണ്ടയാ നിന്നെ മറച്ചു വെക്ക്, ഹൈഡ് ചെയ്ത് മാറ്റുക. ആ റലത്തെ ഇന്ന് രാത്രി ദൈവം പൊളിച്ചുകൊണ്ട് ദൈവം ഇന്ന് രാത്രി എന്നെ തണ്ടിന്മേൽ കത്തിച്ചു വെക്കുന്ന ഒരു വിളക്കാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? ഇതൊരു പ്രവചന ശബ്ദമായി എല്ലാവരോടുമല്ല, പക്ഷെ ഈ സഭയിലിരിക്കുന്ന പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്ന, പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, നീ കത്തി ഉദിച്ചു നിൽക്കുന്ന ഒരു ശോഭയുള്ള വിളക്കാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറ, അത് സംഭവിക്കും. സ്തോത്രം. രക്തത്താല് വചനത്താല് ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുന്നു, 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 ജയമെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവൻ എന്നെ മറച്ചു വെച്ചിട്ട്, കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവൻ എന്നെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും പാസ്റ്റർ. എല്ലാ പ്രഭാതത്തിലും ഞാൻ പ്രാർത്ഥിക്കോ, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഉപവസിക്കോ. എനിക്ക് സഭയോട് ഭയങ്കര കൂറ. ഇന്ന് രാത്രി കൃപയില്ലാത്തവരോടല്ല ഞാൻ ഈ തൂത് പറയുന്നത്. കൃപയുണ്ടായിട്ടും മറഞ്ഞുപോയ ചിലർ, അഭിഷേകം ഉണ്ടായിട്ടും മറഞ്ഞുപോയ ചിലർ, ദൈവശക്തി ഉണ്ടായിട്ടും മറഞ്ഞുപോയ ചിലർ, ദൈവ സാന്നിധ്യം ഉണ്ടായിട്ടും മറഞ്ഞുപോയ ചിലർ, ദൈവത്തിന്റെ കൃപ ആവോളം അനുഭവിച്ചിട്ടും മറഞ്ഞുപോയ ചിലരെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. അവൻ തണ്ടിന്മേൽ നമ്മളെ കത്തിച്ചു നിർത്തൂ. നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നെങ്കിൽ കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, പിശാചിന്റെ രണ്ട് അജണ്ട. ഒന്നെങ്കിൽ നിന്നെ അണച്ചു കളയണം, നിന്റെ അടിവേര് പറിക്കണം, നിന്റെ അഡ്രസ്സ് പോലും ഉണ്ടാകരുത്. നീ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഉണ്ടല്ലോ, അതുപോലും ഉണ്ടാകരുത്. നിന്റെ പ്രാർത്ഥന എങ്ങും രേഖപ്പെടുത്തരുത്. നീ അങ്ങ് ആമേൻ അണഞ്ഞു പോകണം. ഇതാണ് പിശാചിന്റെ ഒന്നാമത്തെ പദ്ധതി. എന്നാൽ പിശാചിന്റെ രണ്ടാമത്തെ പദ്ധതി നീ അണഞ്ഞു പോകണം എന്നുള്ളതല്ല, നീ മറഞ്ഞിരിക്കണം. നീ കത്തിക്കോ, പക്ഷെ നീ ഹൈഡായിരിക്കണം. നീ പുറത്തു വരരുത്, ആർക്കും നീ പ്രയോജനപ്പെടരുത്. 14 വയസ്സ് വരെ ആമേൻ ഞാൻ മറഞ്ഞിരുന്ന ഒരാളാ. പക്ഷെ 14 വയസ്സിൽ ആദ്യത്തെ പ്രസംഗത്തിൽ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുന്നത്. അതേ അഭിഷേകത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറകളും പുറത്തു വരും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുക. വേദപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 10 കന്യകമാരുടെ ചരിത്രം നിങ്ങൾക്കറിയാം. ഈ 10 കന്യകമാരുടെ വിളക്കിന്റെ പ്രത്യേകത അത് മറഞ്ഞുപോയതല്ല, അത് അണഞ്ഞുപോയതാ. സ്തോത്രം. മണവാളൻ വരുന്ന സമയം, ഞാൻ അപ്പം ഭയങ്കര ഗൗരവത്തോടെ പറയാം, മണവാളൻ വരുന്ന സമയം അതുവരെ ഇവർ ശോഭിച്ചിരുന്നു. പക്ഷെ മണവാളൻ വരുന്ന സമയമായപ്പോ ഇവരങ്ങ് അണഞ്ഞുപോയി, അല്ലെങ്കിൽ ഇവരെ അങ്ങ് അണച്ചു കളഞ്ഞു. രക്തം വാഗ്ദത്തത്തിന്റെ സമയമായപ്പോ, കൃപയുടെ സമയമായപ്പോ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായപ്പോൾ അങ്ങ് അണഞ്ഞുപോയതാ 10 കന്യകമാരുടെ ചരിത്രം എന്ന് പറയുന്നത്. സദൃശവാക്യം 20-20 വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. സദൃശവാക്യം 20-20 വാക്യം ഒന്നെടുക്കാമോ? അപ്പനെയും അമ്മയെയും ശപിക്കുന്നവന്റെ വിളക്കെന്ത് ചെയ്യും? അണഞ്ഞു പോകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുക. ഉണ്ടോ? ആരെങ്കിലും അപ്പനെയും അമ്മയെയും ദുഷിച്ചാൽ അവന്റെ വിളക്കെന്ത് ചെയ്യും? കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പൊ ഇവിടുത്തെ പിശാചിന്റെ പദ്ധതി മറച്ചു കളയുന്നതല്ല, കെടുത്തി കളയുന്നതാ. 10 കന്യകമാരുടെ വിളക്ക് അവൻ അണച്ചു കളഞ്ഞു. ഇവിടുത്തെ വാക്യത്തിനകത്തും ഈ വിളക്ക് കെട്ടുപോയെന്ന, ഇതങ്ങ് നശിച്ചു പോയെന്ന. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ കെട്ടുപോയതോ ഈ അണഞ്ഞുപോയതൊന്നുമല്ല. നമ്മുടെ വിഷയം ഇപ്പോഴും കത്തി നിന്നിട്ടും മറഞ്ഞുപോയ ചില വിളക്കുകളെ കുറിച്ചാ ഇന്ന് രാത്രി നമ്മൾ പറയാൻ പോകുന്നത്. എനിക്കിന്ന് രാത്രി ഉറപ്പാ, ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ചിലതിനെ എന്റെ ദൈവം ശോഭയുള്ള വിളക്കാക്കി പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറയാമോ? ഹല്ലേലൂയ.
പൗലോസ് എന്ന് പറയുന്ന ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യന് ഇപ്പോ ഇരിക്കുന്ന ഒരു ഗുഹാമുഖത്താ. ഏലിയാവ് ഇപ്പോ ഒളിച്ചിരിക്കുക, അവൻ മറഞ്ഞിരിക്കുക. അവൻ ഭർത്താവ് വന്നിട്ട് ചോദിച്ചേ, എന്താ ഗുഹാമുഖത്ത് നിനക്ക് കാര്യോ? നീ പുറത്തു വരേണ്ടവനാ, നീ കത്തി നിൽക്കേണ്ടവനാ, നീ എന്തിനാ ഗുഹാമുഖത്ത് മറഞ്ഞിരിക്കുന്നത്? ഏലിയാവെ കമ്മോട്ട്, നീ പുറത്തു വരിക. യേശുവിന്റെ ശിഷ്യന്മാരിൽ 11 പേർ ഇപ്പൊ ആ മുറിക്കകത്തേക്ക് അവർ മറഞ്ഞിരിക്കുക, അവർ ഒതുങ്ങിയിരിക്കുക. ദൂത് കേട്ടതാണോ? ദൂത് കേട്ടതാ. വാക്തത്വം ഉണ്ടോ? ഭയങ്കര വാക്തത്വം ഉണ്ട്. പക്ഷെ അവർ റൂമിനകത്ത് ഇപ്പൊ ഒളിച്ചിരിക്കുക, അവർ മറഞ്ഞിരിക്കുക. അകത്ത് വാക്തത്വം ഉണ്ടായിട്ടും മറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിറ്റി. അച്ഛാ, വാതില് തട്ടാതെ, വാതില് മുട്ടാതെ, വാതിലകത്ത് നോക്കിയാതെ അകത്തേക്ക് കയറി തമ്പുരാൻ പറഞ്ഞു, യെരുശലേം, യഹൂദിയ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളം ഒതുങ്ങിയിരിക്കേണ്ടവനല്ല നീ പുറത്തു വരേണ്ടവനാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറ്റം ചെയ്യുന്നു. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? വേദപുസ്തകത്തിനകത്ത് അവൻ പൈശാചിക ശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവൻ എന്നെ മറച്ചു കളയുമെന്നുള്ളതാ. നിങ്ങൾക്കറിയാമോ, ജനിക്കാൻ സാധ്യതയില്ലാത്തൊരിടത്ത് എലിസബത്തിന്റെ ഉദരത്തിനകത്തൊരു വാക്തത്വം ജനിച്ചത്. അകത്തൊരു വാക്തത്വം ജനിച്ചപ്പോൾ മുതൽ ഈ മമ്മി ഉണ്ടല്ലോ 5 മാസം മറഞ്ഞിരിക്കുക, 5 മാസം ഒളിച്ചിരിക്കുക. ആരും ഇവളെ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ ഒരു കാര്യം മനസ്സിലായി. അകത്ത് വാക്തത്വം ഉണ്ടോ? വാക്തത്വം ഉണ്ട്. കുഞ്ഞ് ഉരുവായി, പക്ഷെ 5 മാസം ഒളിച്ചു താമസിക്കുക. ആകെ ഇവളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആന്റിയെ, അപകത്ത് അഭിഷേകമുള്ള ഒരു ആന്റിയെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഒറ്റ പ്രൈസ് ദി ലോർഡ്, ഒറ്റ സ്തോത്രം, അകത്തിരിക്കുന്ന വാക്തത്വത്തെ തുള്ളിപ്പിച്ച് പരിശുദ്ധാത്മാ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാ, ഇവിടെ വന്നിരുന്ന ഒറ്റ കാരണത്താൽ ഈ ആരാധിക്കുന്ന ജനത്തിന്റെ നടുവിൽ നീ ഇരിക്കുമ്പോ അകത്തുള്ള ചില വാക്തത്വം മറഞ്ഞുപോയതിനെ ഇന്ന് രാത്രി തുള്ളിക്കാൻ എന്റെ ദൈവം വിശ്വസന. മമ്മി, ദൈവം നിങ്ങളോട് ഇടപെട്ടപ്പോഴാണ് നിങ്ങളുടെ അകത്ത് ചിലത് ഉരുവായത്. ഇത് മറച്ചു വെക്കാൻ പിശാച് ആവോളം ശ്രമിക്കുന്നുണ്ട്. ആകെ ചില മലനാടുകളെ ലക്ഷ്യമാക്കി അഭിഷേകമുള്ളൊരു കമ്മ്യൂണിറ്റി വരൂ, അവരൊരു പ്രൈസ് ദി ലോർഡ് പറയൂ. അകത്തിരിക്കുന്ന വാക്തത്വം പുറത്തു വരും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ശബ്ദമുയർത്തി ശക്തിയോടെ പറഞ്ഞേ, എന്റെ സ്തോത്രത്തിനകത്ത്, എന്റെ ആരാധനയ്ക്കകത്ത്, എന്റെ അഭിഷേകത്തിനകത്ത്, എന്റെ അന്യഭാഷയ്ക്കകത്ത്, എന്റെ ഗ്ലോറിക്കകത്ത് എന്റെ കൊച്ചിന്റെ ചില വാക്തത്വം പുറത്തു വരൂ. എന്റെ കുഞ്ഞിന്ന് ഹൈഡായിരിക്കുക, എന്റെ കൊച്ചിന്ന് മറഞ്ഞിരിക്കുക, ആരും അറിയത്തില്ല എന്റെ തലമുറയെ. പക്ഷെ ഇന്ന് രാത്രി യോശുവയോട് പറഞ്ഞൊരു വാക്തത്വം ഞാൻ പറയാ, യോശുവയെ, ഞാൻ നിന്നെ വലുതാക്കാമല്ല, ഞാൻ നിന്റെ പേരിനെ വലുതാക്കോ. ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത് മറയപ്പെട്ട്, ഇന്ന് രാത്രി എന്റെ പ്രസംഗത്തിന്റെ ഹെഡിങ് അതാ, മറഞ്ഞിരിക്കുന്ന മേഖലകൾ, മറഞ്ഞിരിക്കുന്ന മേഖലകൾ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത് മറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമാകുന്ന ദൈവത്തിന്റെ കുഞ്ഞ് മറഞ്ഞിരിക്കുക. ഈ വെളിച്ചം എങ്ങനെയാ കത്തി നിൽക്കുന്നേ? ഈ വെളിച്ചം കത്തി നിൽക്കുന്ന കാര്യം പറഞ്ഞെങ്കിൽ ഇത് മറഞ്ഞുപോയ സ്വാധീനത്തെ കുറിച്ച് പറയാൻ പറ്റൂ. എങ്ങനെയാ ഒരു കുഞ്ഞ് കത്തി നിൽക്കുന്നേ? ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാ ദൈവത്തിന്റെ വിളക്കായി ശോഭിച്ചു നിൽക്കുന്നത്? അതിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ലേവ്യ പുസ്തകം എടുത്താട്ടെ, 6-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. വെളിച്ചം കത്തി നിൽക്കണമെങ്കിൽ ഒന്നാമത് വേണ്ട കാര്യം അവിടെയുണ്ട്. നിങ്ങളുടെ തലമുറകൾ കത്തി ഉദിച്ചുയർന്നു നിൽക്കുന്ന ശോഭയുള്ള വിളക്കാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ വാക്യം ഉറപ്പായും വായിച്ചിരിക്കുകയാണോ? ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിനകത്ത് എങ്ങനെയാ വെളിച്ചം കത്തി നിൽക്കുന്നത്? 6-ന്റെ 12-ാമത്തെ വാക്യത്തിൽ തന്നെ കിടക്കുന്നത്, യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ അത് കത്തിക്കൊണ്ടിരിക്കണം. അത് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്നാ വേണമെന്ന് അടുത്ത വാക്യത്തിലുണ്ട്. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറകുക. പുരോഹിതൻ ഉഷസ് തോറും. പുരോഹിതന്റെ അധ്വാനം അതിന്റെ പുറകിൽ ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി നിസ്സംശയം ആദ്യത്തെ ഭാഗം ഞാൻ തൊടാ. നീ എന്ന് പറയുന്ന വിളക്ക് കത്തി നിൽക്കണമെങ്കിൽ, നീ കെട്ടുപോകാതിരിക്കണമെങ്കിൽ ആദ്യം നിന്റെ പുറകിൽ ഒരു പുരോഹിതന്റെ അധ്വാനം ഉണ്ടായിരിക്കണം. ഏതാ ഈ പുരോഹിതൻ? ഈ പുരോഹിതൻ എന്റെ കർത്താവല്ലാതെ മറ്റാരുമല്ല. എന്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന എത്ര പേർ അഭിമാനത്തോടെ പറയോ, എന്നെക്കാൾ ഉന്നതന്മാർ അണഞ്ഞുപോയി പാസ്റ്റർ, എന്നെക്കാൾ യോഗ്യന്മാർ അണഞ്ഞുപോയി പാസ്റ്റർ, എന്നെക്കാൾ കുലശ്രേഷ്ഠതയും കുടുംബപാരമ്പര്യം ഉള്ളവർ അണഞ്ഞുപോയി പാസ്റ്റർ, എന്നെക്കാൾ പ്രസംഗിക്കാൻ യോഗ്യന്മാരായവരെല്ലാം കെട്ടുപോയി. ആ സ്ഥാനത്ത് ഇന്നും ഞാൻ നിലനിൽക്കുന്നെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ രഹസ്യമേ ഉള്ളൂ. എന്റെ പിറകിൽ ഒരു പുരോഹിതനുണ്ട്. അവൻ ഉഷസ് തോറും എന്റെ മേൽ ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറ, എന്റെ പിറകിൽ യേശു എന്ന മഹാപുരോഹിതൻ ഞാൻ ഉറങ്ങുമ്പോൾ ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ, ഇസ്രായേലിന്റെ പരിപാലകൻ എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ കെട്ടുപോകാതിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.
ഉറപ്പിച്ചിന്ന് രാത്രി ഞാൻ പറയുന്നു, കഴിക്കുന്ന ആഹാരത്തിന്റെ ശക്തിയല്ല മമ്മിമാരെ, അച്ഛാ എടുക്കുന്ന മെഡിസിന്റെ പ്രാപ്തിയല്ല, 2 ഇഞ്ച് വലിപ്പമുള്ള ഒരു ലൈസൻസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടല്ല നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതിന് ഒറ്റ രഹസ്യമേ ഉള്ളൂ. ഒരു പുരോഹിതൻ നമ്മുടെ പുറകിലുണ്ട്, ഒരു പുരോഹിതൻ നമ്മുടെ പുറകിലുണ്ട്. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവർ ആത്മകണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നോക്കിയിട്ട് പറ, എനിക്കൊരു പുരോഹിതൻ സ്വർഗത്തിലുണ്ട്. സങ്കീർത്തനത്തിൽ ചോദ്യമുണ്ട്, നിന്റെ ദൈവം എന്തിയെ, നിന്റെ ദൈവം എന്തിയെ? ചങ്ക് കീറി ചോദിക്കുന്ന ചോദ്യമാ, ചോദിക്കുന്നത് ശത്രുപാളയമാ. എതിർഭാഗത്തിൽ സങ്കീർത്തനക്കാരൻ പറയാ, എന്റെ ദൈവമോ അവൻ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യോ. ഇത്ര പേർ ഇന്ന് രാത്രി വിശ്വസിച്ച് പറയോ, എന്റെ പുറകിൽ ഒരു പുരോഹിതനുണ്ട് പാസ്റ്ററേ, എന്റെ കൊച്ചിനെ കുറിച്ച് എനിക്ക് ഭാരമില്ല, അവൻ കെട്ടുപോകത്തില്ല, അവൻ നശിച്ചു പോകത്തില്ല. ഒരു പക്ഷെ സകല ടീച്ചേഴ്സും വിധി എഴുതി കാണോ, സകല ബോസുമാരും പറഞ്ഞു കാണോ, നിങ്ങൾക്ക് ഇനി ഒരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറയുമ്പോ പ്രാർത്ഥിക്കുന്ന പപ്പമാര് പറയോ, എന്റെ കൊച്ചു കെട്ടുപോകാതിരിക്ക, അവന്റെ പുറകിൽ ഒരു പാസ്റ്റർ ഉണ്ടെന്നല്ല, അവന്റെ പുറകിൽ ഒരു പുരോഹിതനുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഓ റംബല ഹംദക രക്തക ലക്ഷക രന്തക ലക്തക രന്തക രത്തക രൂഢബലംദക രന്തക രേദിക ലാതക രത്തക ലസ്തക രേദി. എന്റെ തലമുറ കെട്ടുപോകാതിരിക്ക, എന്റെ കൊച്ചിന്റെ പുറകിൽ ഒരു പുരോഹിതൻ അധ്വാനമുണ്ട്. അവന്റെ പേര് ഇസ്രായേലിന്റെ പരിപാലകൻ. അവൻ മയങ്ങത്തില്ല, അവൻ ഉറങ്ങത്തില്ല. ആ പുരോഹിതൻ എന്റെ പുറകിൽ അധ്വാനിക്കുന്നത് കൊണ്ട് എന്റെ വീട് ഇന്നും കെട്ടുപോകാതിരിക്കുന്നത്. ഹല്ലേലൂയ. രക്തത്താലും വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ക്ഷയമെടുക്കുകയാണ്. ഇനി എന്റെ ചോദ്യം, ഈ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ പുരോഹിതൻ മാത്രം മതിയോ പാസ്റ്റേ? പോരാ. അടുത്ത വാക്യം, പുരോഹിതൻ ഉഷസ്സുതോറും വരും. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗവും അടുക്കി വെച്ച് അതിന്മേൽ സമാധാന യാഗങ്ങളും മേധസ്സും എന്ത് ചെയ്യണം? 2 യാഗങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത് ഹോമയാഗം. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, ഹോമയാഗം. രണ്ടാമത്തെ യാഗത്തിന്റെ പേരെന്നാ? സമാധാന യാഗം. ഈ 2 യാഗങ്ങളും ബൈബിൾ പഠിക്കുമ്പോൾ ഇത് സ്വമേധാ യാഗങ്ങളാണ്. അപ്പൊ ഇന്ന് രാത്രി വിളക്ക് കെട്ടുപോകാതിരിക്കാൻ പുരോഹിതൻ മാത്രം പോരാ, യേശു മാത്രം പോരാ. പിന്നെ അതിന്റെ പിറകിൽ എനിക്കൊരു സ്വമേധായാഗം ഉണ്ടായിരിക്കണോ, എനിക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണോ. യേശു എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ കെട്ടുപോകത്തില്ല, ശരിയാ. പക്ഷെ ആ യേശു എന്റെ വീട്ടിൽ വരുമ്പോ എനിക്കൊരു ഡെഡിക്കേഷൻ അതിനകത്തുണ്ടായിരിക്കണോ, ഞാനും കൂടെ അതിനകത്തൊന്ന് സമർപ്പിക്കണോ. ഇന്ന് രാത്രി എത്ര പേര് പറയൂ, എന്റെ വിളക്കിനെ ശോഭയുള്ള വിളക്കാക്കി മാറ്റാ എന്റെ കർത്താവ് എന്റെ വീടിനകത്ത് വരുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇതാ, ഞാൻ കെട്ടുപോകാതിരിക്കണമെങ്കിൽ എനിക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടാകണം. ഇനി ഞാൻ നിങ്ങളോടൊരു മാർമിക രഹസ്യം പറയാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭൗതികം ദൈവത്തിന് കൊടുക്കാൻ അവന്റെ അനുവാദം ദൈവത്തിന് ആവശ്യമില്ല. കേട്ടില്ല? നിങ്ങൾക്ക് വീട് തരാൻ, നിങ്ങൾക്ക് വണ്ടി തരാൻ, നിങ്ങളുടെ കടഭാരം മാറ്റാൻ. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിനകത്ത് വന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ സജി KP ഒരു ഫാമിലി കോൺഫറൻസ് ഞങ്ങളുടെ ചർച്ചിനകത്ത് അറേഞ്ച് ചെയ്തു. ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ ദാസൻ വന്നു. അദ്ദേഹം പറഞ്ഞൊരു എക്സ്പീരിയൻസ് എന്റെ മനസ്സിൽ മാറാതെ നിൽക്കുക. ഒരു മനുഷ്യൻ കടത്തിന്റെ മേൽ കടത്തിനകത്ത് മുങ്ങി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ വിളിച്ചു, ഇടുക്കി ഭാഗത്തുനിന്ന്. അദ്ദേഹത്തിന് അപ്പൊ ഏലത്തോട്ടത്തിന്റെ ബിസിനസ്സാ, അതിന്റെ ബിസിനസ്സാണ്. അപ്പൊ ഈ മനുഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനതിനെ കൊയ്ത്തെല്ലാം നടത്തി, കുറെ ഏലക്കയുണ്ട്, എടുക്കാൻ ആരുമില്ല, നിനക്ക് എടുക്കാവോടാന്ന് ചോദിച്ചു. അപ്പൊ ഈ കേട്ട പുള്ളി കടത്തിന്റെ മേൽ കടവോട്ട് നിൽക്കുക. വിളിച്ചത് സ്നേഹിതനാ, അതുകൊണ്ട് എതിര് പറയാൻ പറ്റുന്നില്ല, നോ പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സ്നേഹിതൻ പറഞ്ഞു, ബ്രദറെ, ഞാനിപ്പോ കടത്തിന് മേൽ കടവോട്ട് മുങ്ങി കിടക്കുക, 2-3 മാസത്തിനുള്ളിൽ ഞാൻ പൈസ എങ്ങനെയെങ്കിലും റോൾ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ ഏലക്ക എടുത്തോളാം. ഇപ്പം നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ പേര് അത് ഗോഡൗണിലോട്ട് മാറ്റിക്കോ, എൻ്റെ പേര് അത് ഗോഡൗണിലോട്ട് മാറ്റിക്കോ. ആ പറഞ്ഞു, ഓക്കെ, 3 മാസത്തിനുള്ളിൽ ഞാൻ പൈസ തരാം, എൻ്റെ പേര് അത് ഗോഡൗണിലോട്ട് മാറ്റിക്കോ. എല്ലാം ഓക്കെ ആയി. നിങ്ങൾക്കറിയാമോ, ഈ തീരുമാനം എടുത്തതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഏലക്കയുടെ വില അങ്ങ് കൂടാൻ തുടങ്ങി. അത് ഇരട്ടിയായി. തിരിച്ച് ഈ മനുഷ്യൻ പറഞ്ഞൊരു സാക്ഷ്യം ഉണ്ടച്ചാ, തമ്പുരാൻ ഒരു മനുഷ്യന്റെ കടഭാരം ലക്ഷക്കണക്കിന് രൂപയുടേത് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഒറ്റ ആഴ്ച കൊണ്ട് ഈ ഗോഡൌണിലോട്ട് മാറ്റിയ ഏലക്ക 10 മടങ്ങിലധികം വില വർദ്ധിച്ചു. സ്തോത്രം. അതാ പുള്ളി വിൽക്കൂ, കടവും മാറ്റി, ബാക്കി പൈസ മനുഷ്യന്. ഞാൻ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നതോട് ഉറപ്പിച്ച് പറയാം, എന്റെ കടഭാരം മാറ്റാനോ, എനിക്ക് വീട് തരാനോ, എനിക്ക് വണ്ടി തരാനോ, എന്റെ കൊച്ചുങ്ങൾക്ക് വിസ തുറക്കാനോ എന്റെ സഹകരണം ഇല്ലെങ്കിലും ദൈവത്തിന് പറ്റും. പിന്നോ നമ്മളെല്ലാം കൂടെ വിശ്വസിച്ചിട്ട് ദൈവം ഇതൊക്കെ തുറക്കുന്നേ? ഓ അല്ലെന്നേ. ഇനി അതിന് മറുഭാഗം ഞാൻ പറയാം. ആത്മീയത്തിൽ എന്നെ ഉറപ്പിക്കണമെങ്കിൽ, അഭിഷേകത്തിൽ എന്നെ നിർത്തണമെങ്കിൽ, എന്നെ കൃപാവരങ്ങളിൽ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ എന്റെ സഹകരണം ഉണ്ടെങ്കിലേ ദൈവത്തിന് പറ്റുള്ളൂ. പത്രോസ് ചോദിച്ചില്ല, കർത്താവേ രാത്രി മൊത്തം അധ്വാനിച്ചതാ, എന്തേലും കൂടെ തന്നിട്ട് പോ, പടകൊക്കെ വാടകയ്ക്ക് തന്നതല്ലേ പ്രസംഗിക്കാൻ, അതുകൊണ്ട് എന്തേലും താ എന്ന് പത്രോസ് ചോദിച്ചോ? പത്രോസിന്റെ ചോദ്യം ദൈവത്തിന് വേണ്ട. നീ പടക കൊടുത്തെങ്കിൽ കർത്താവ് നിന്റെ പടക നിറച്ച് മീൻ തരും, അത് ദൈവത്തിന്റെ നീതിയാ.
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ അച്ഛാ, ഒരു രാത്രി കൊണ്ട് അധ്വാനിച്ചിട്ട് കിട്ടാത്തതിനെ സെക്കൻഡുകൾക്കകത്ത് പടക നിറച്ചു കൊടുക്കാൻ ദൈവത്തിന് പറ്റി. പക്ഷെ അതേ ദൈവത്തിന്, അതേ പത്രോസിനെ മനുഷ്യനെ പിടിപ്പിക്കുന്നവനാക്കാൻ എന്തോരം കിടന്ന് ബന്ധപ്പെട്ടു, എത്ര അധ്യായങ്ങൾ അതിനു വേണ്ടി കടപടഞ്ഞു, എത്ര വർഷം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ അകത്ത് കൃപ കത്തിക്കാൻ, എന്റെ അകത്ത് അഭിഷേകം വിടാൻ, എന്നെ വേദികൾക്കകത്ത് ഉപയോഗിക്കാൻ എന്റെ സഹകരണം ഉണ്ടെങ്കിലേ കർത്താവിന് പറ്റുള്ളൂ. ഇവിടെ പറയുകയാണ്, ഒരു പുരോഹിതൻ വേണം. പുരോഹിതൻ മാത്രം മതിയോ? പോരാ, നിനക്കൊരു സ്വമേധ യാഗം വേണം. ഇനി സ്വമേധ യാഗവും പുരോഹിതനും എന്ന് പറയുന്ന ഭാഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ വിളക്ക് കത്തണമെങ്കിൽ മൂന്നാമത്തെ റലം. നിങ്ങൾക്കറിയാം ആ വാക്യം, പുറപ്പാട് പുസ്തകം 39:37 വാക്യം. വിളക്ക് കത്തണമെങ്കിലുള്ള മൂന്നാമത്തെ കാര്യം പുറപ്പാട് പുസ്തകം 39:37 വാക്യം. അവിടെ കിടക്കുകയാണ്, വായിച്ചിക്കാമോ? പുറപ്പാട് പുസ്തകം 39:37 വാക്യം. തങ്കം കൊണ്ടുള്ള നിലവിളക്ക്, കത്തിച്ചു വെപ്പാനുള്ള ദീപങ്ങൾ, അതിന്റെ ഉപകരണങ്ങളൊക്കെയും വെളിച്ചത്തിന് എണ്ണ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രിയിൽ വചനത്തെ ദൃഢനിശ്ചയുള്ള ദൈവമക്കൾക്കറിയാം, വിളക്ക് കത്തണമെങ്കിലുള്ള മൂന്നാമത്തെ കാര്യം അതിന്റെ മേലൊരു എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കണോ. ഏതാ സഹോദരങ്ങളെ, ഇന്ന് രാത്രി എണ്ണ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊന്നുമല്ല. ഈ തലമുറയിൽ നിനക്ക് കത്തി നിൽക്കണമെങ്കിൽ നിന്റെ പുറകിൽ ഒരു പുരോഹിതൻ വേണോ, നിനക്കൊരു സ്വമേധ യാഗമുണ്ടാകണോ. അതിനേക്കാളപ്പുറം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന എണ്ണ അതിനകത്ത് വീണാലേ ഇന്ന് രാത്രി ഞാൻ കത്തി നിൽക്കത്തുള്ളൂ. അകത്ത് അഭിഷേകമുള്ള ദൈവത്തിന്റെ മക്കൾ കരം ഉയർത്തിയിട്ട് പറയണോ, ഞാൻ ശോഭിച്ചു നിൽക്കാൻ പാകത്തിൽ എന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നിനക്ക് നന്ദി. വിശ്വസിക്കുന്നവ ചേർന്ന് ശബ്ദമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറയാമോ? അച്ഛാ, ഇതൊരു വിളക്ക് കത്തി നിൽക്കാനുള്ള കാര്യങ്ങളായത്. പക്ഷെ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇതല്ല. വിളക്ക് കത്തി നിൽക്കുന്നുണ്ട് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ, പക്ഷെ ഇപ്പൊ ഇത് മറഞ്ഞിരിക്കുക. അവിടെയാണ് നമ്മുടെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ബൈബിളിനകത്ത് ഈ കത്തി ഉദിച്ചു നിൽക്കുന്ന വിളക്ക് പുറത്തു വരാതിരിക്കാൻ, ദൈവകുഞ്ഞ് പുറത്തു വരാതിരിക്കാൻ പൈശാചിക മണ്ഡലം ചുമത്തുന്ന 1, 2, 3, 4, 5, 6 സ്വാധീനങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആറും കൂടെ ഒന്നും പറയത്തില്ല. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ ആറും കൂടെ ഒക്കെ പറയാനുള്ള ആവേശം എനിക്കുണ്ടെങ്കിലും ആറുമൊന്നും ഞാൻ പറയത്തില്ല. 3 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കും. വെളിച്ചമാകുന്ന ദൈവകുഞ്ഞ് പുറത്തു വരാതിരിക്കാനുള്ള പിശാചിന്റെ 1ാമത്തെ സ്വാധീനം നിങ്ങൾക്ക് കേൾക്കണം. ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എടുത്താണ് ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എന്തുകൊണ്ടാണ് ചില വെളിച്ചങ്ങൾ പുറത്തു വരാത്തത്? മറിഞ്ഞിരിക്കുന്ന ഒരു റലം അതിനകത്തുണ്ട്. ലേവ്യ പുസ്തകം 4:13. ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന്. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ നിസ്സംശയം പറയുന്നു, വെളിച്ചമാകുന്ന ദൈവത്തിന്റെ കുഞ്ഞ് പുറത്തു വരാതിരിക്കാനുള്ള പിശാചിന്റെ 1ാമത്തെ പദ്ധതി അവനിൽ ഒരു സ്വാധീനം മറച്ചു വെച്ചിരിക്കുക. ഏതാ അവൻ മറച്ചു വെച്ചിരിക്കുന്ന സ്വാധീനം? ആ സ്വാധീനത്തിന്റെ പേര് പാപം എന്നാണ്. പാപം നിമിത്തം ഒരു കുഞ്ഞ് മറഞ്ഞു പോകും. ഇവിടെ അബദ്ധം ചെയ്തതാരാ? ഇവിടെ സഭ. ആ പാപം മറഞ്ഞതാർക്കാ? സഭയ്ക്ക്. സഭ ചെയ്ത സെറ്റ് സഭയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല. ചെയ്ത അബദ്ധം ഒരു പിടുത്തവും ഇല്ല. അപ്പൊ നമ്മൾ പറയും, ഞങ്ങൾ യോഗ്യരാണ് പാസ്റ്ററെ, ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് കുറ്റമൊന്നും. അച്ഛാ, ഇത് നമ്മുടെ അകത്ത് മറഞ്ഞുപോയ പാപം, നമുക്കിത് വെളിപ്പെട്ട് വരുന്നില്ല. ഇന്ന് രാത്രി ഞാൻ സിൻസിയറായി ചോദിക്കട്ടെ, ഇതിന്റെ സഭ പോലെ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കാം. ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഇവിടെ ഞാൻ വന്നപ്പോൾ ദൈവദാസന്മാരോട് സംസാരിച്ചു. എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഒത്തിരി സ്ട്രെയിൻ എടുത്തായി മീറ്റിംഗ് നടത്തുന്നത്. നമ്മളൊരു കോട്ടയം മീറ്റിംഗ് നടത്താൻ എന്തോ പെടാപ്പാടെ വിട്ടു വരാം. ആമേ. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും കേരളത്തിൽ ഇത്രയും പാസ്റ്റർമാരെ ഇറക്കി ഇവിടെ യോഗം നടത്തണമെങ്കിൽ അതിന്റെ പിന്നെ അധ്വാനം ചെറുതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പാസ്റ്റർമാർ ഇവിടെ വന്നിട്ട് ഈ കഴിഞ്ഞ ഏതെങ്കിലും മാസത്തിനിടയിൽ നിങ്ങൾ ആ മനുഷ്യന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ, പാസ്റ്ററെ എന്നെ മറഞ്ഞു പോയ ഏതെങ്കിലും പാപം ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു തൂത് പറ? അങ്ങനെ പറഞ്ഞവരുള്ള ഒരു കാര്യം ഒന്ന് ഉയർത്തി കാണിക്കാമോ? ആരുമില്ല. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം പവർവിഷനിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ പവർവിഷൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോന് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. 14ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഈ മോൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഏത് വിഷയ സംബന്ധമായി? വഴി തുറക്കാനാടാ? അയ്യോ, വഴി തുറക്കാനൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പാപം ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെട്ട് വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? സ്വന്തം എനിക്കതൊരു പുതിയ അറിവായിരുന്നു. ഇത് രാത്രി നിങ്ങൾ ദൈവത്തോട്, നിങ്ങളൊരു പ്രവാചകന്റെ അടുക്കലൊന്നും ചെല്ലണ്ട, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ ഏതെങ്കിലും പാപം എന്നെ മറഞ്ഞിരിപ്പുണ്ടോ? ഞാൻ ഓക്കെ ആണെന്നാ എൻ്റെ ചിന്ത. ഞാൻ അതുകൊണ്ടാണോ പുറത്തു വരാത്തേ? ഞാൻ കത്തി നിന്നിട്ടും അതുകൊണ്ട് പാപം എൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്നതുകൊണ്ടാണോ ഞാൻ പുറത്തു വരാത്തേ? 2 പാപങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന് വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, ഒന്ന് പറഞ്ഞേ. 2ാമത്തെ പാപം മറഞ്ഞിരിക്കുന്ന പാപം. സ്തോത്രം. ഒരു സംഭവം തെളിയിക്കട്ടെ. നാട്ടുകാരെല്ലാം കൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു ആൻറ്റിയെ കൊണ്ടുവന്നു. നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, കർത്താവേ IPC 343 പറയുന്നു അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു പറഞ്ഞു, ചുമ്മാതെ
IPC ഷാരോൺ ഇൻഡിപെൻഡൻ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. പാപം ഇല്ലാത്തവനുണ്ടെങ്കിൽ തൻ്റെ അവിടെ ഉണ്ടെങ്കിൽ കല്ലെറി. പാപം ഇല്ലാത്തവൻ. അപ്പൊ ഈ അച്ഛൻ കല്ല് താഴെ ഇട്ടിട്ട് പോയ അച്ഛനെ കർത്താവ്, തോമസേ തിരിച്ചു പോടാ, മറ്റേ പാപം ചെയ്തോണ്ടല്ലയോ നീ കല്ല് താഴെ ഇട്ടിട്ട് പോയേ? ചോദിച്ചോ കർത്താവ്? ഇല്ല. ജോർജ് ഇങ്ങ് വാടാ, ഇന്നലെ മറ്റേ പരിപാടി ചെയ്തോണ്ടല്ലേ നീ കർത്താവ് ചോദിച്ചോ? ഇല്ല. ഇവിടെ രണ്ട് കമ്മ്യൂണിറ്റി നിങ്ങൾ കണ്ടോ? ഈ ആന്റിയുടെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. ഇവളിങ്ങ് സോഷ്യൽ മീഡിയ തരംഗമായി ഇപ്പം. നാട്ടുകാരെല്ലാം കൂടെ അവളെ ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കി, അവളെ ഫേസൊക്കെ ഇങ്ങനെ വെച്ച് സൈഡിൽ പോസ്റ്ററൊക്കെ ഇട്ട് അവളെ പാപമൊക്കെ ഇങ്ങനെ എഴുതി. അതിന്റെ താഴെ ഈ കമന്റ് ഇടുന്ന അച്ചായന്മാരുണ്ടല്ലോ, അവർ ചിന്തിക്കുന്നത് ഞങ്ങളെ പോലെ വിശുദ്ധന്മാര്, പക്ഷെ അവരുടെ പാപം മറഞ്ഞിരിക്കുന്ന പാപം. അത് ഇതുവരെയും വെളിപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുക. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഈ കമന്റ് ഇടുന്നേയും ട്രോൾ ഉണ്ടാക്കുന്നേയും അച്ചായനോടാ ദൈവത്തിന് പറയാം, ആന്റിയോടല്ല ദൈവത്തിന് പറയണം. അച്ചായനോട് ദൈവം പറയാം, തൻ്റെ ഇടമുണ്ടേ, പാപം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടേ, കമന്റ് ഇട് എന്ന് പറഞ്ഞ രണ്ട് പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. സിൻസിയറായി ഞാൻ പറയാം, ഈ ഷോ ഓഫ് ഒക്കെ ഇതിനകത്ത് നിന്ന് കാണിക്കുമ്പോഴും ഏതൊക്കെയോ ബലഹീനത നമ്മുടെ അകത്ത് ഇല്ലേ? സത്യസന്ധമായി ഞാൻ കൊച്ചു ചോദ്യം ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന നമ്മളാണോ യഥാർത്ഥം നമ്മള്? ആണെ രക്ഷപ്പെട്ടല്ലോ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. തലയിലൊക്കെ സെറോണ മോളെ കണ്ടോ? ഇല്ല, ഞാൻ പ്രസംഗിച്ച് എടോ ഈ ലൈവ് പോകുന്നടാ, പിന്നെ എഴുതിയാൽ മതി കണ്ടോ? എല്ലാം പൊട്ടും പൊടിയും എല്ലാം എഴുതി വെക്കുക. സത്യം പറ, ഈ ഇരിക്കുന്ന കൊച്ചാണോ യഥാർത്ഥ കൊച്ച്? എല്ലാ ദിവസവും ഇങ്ങനെ സ്ക്രാഫൊക്കെ തലയിലിട്ട് രാവിലെ തൊട്ട് ഇങ്ങനെ സ്വോത്രം പാസ്റ്റർ സ്വോത്രം പാസ്റ്റർ ആണോ? അല്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്തിരിക്കുന്ന ഒരു സീഡ് അല്ലേ? അല്ലേ? ഉണ്ട്. അപ്പൊ അതിനോടാ ദൈവത്തിന് അത് മറഞ്ഞിരിക്കുകയാടാ. അതുകൊണ്ടാണ് നീ പുറത്തു വരാത്തെ. തലമുറയിൽ പെന്തക്കോസിന്റെ ഒന്നാമത്തെ കമ്മ്യൂണിറ്റിയിൽ ദൈവം ആരെ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു, വിദ്യാഭ്യാസം ഉള്ളവരെ അല്ല ദൈവം ഉപയോഗിച്ചത്. സ്തോത്രം. തമ്പുരാന്റെ സന്നിധിയിൽ വീണ് കിടക്കുക അവര്. എന്തേലും അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടേക്കപ്പാ, ക്ഷമിച്ചേക്കപ്പാ, ഉപയോഗിക്കണേ. ഇന്ന് നമ്മൾ ഷോ ഓഫ് കാണിക്കാൻ നിൽക്കുമ്പോൾ ആ തലമുറയ്ക്ക് ഒന്ന് ആത്മാവി കാണണം. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നാം പുറത്തു വരാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഒരു സംഗതി നമ്മളിൽ മറഞ്ഞിരിപ്പുണ്ട്. അതിന്റെ പേര് പാപമെന്നാണ്. എന്നാൽ നാം പുറത്തു വരാത്തതിന്റെ പിന്നിലെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പിശാച് നമ്മളിൽ മറഞ്ഞിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ പൈശാചിക ശക്തി നമ്മളിൽ മറഞ്ഞിരിക്കുക. പിശാച് മറഞ്ഞിരിക്കുന്ന 4 റലങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിനുള്ള സമയം നമുക്ക് കിട്ടത്തുള്ളൂ. പിശാച് മറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ റലം, തലമുറകളിൽ പിശാച് മറഞ്ഞിരിക്കും. എവിടെ മറഞ്ഞിരിക്കും? തലമുറകളിൽ. ഏറ്റവും ഫെമിലിയർ ആയിരിക്കുന്ന അധ്യായം, ഇതെടുക്കാതെ നിങ്ങൾ പോകരുത്. ലൂക്കോസ് 9:37. ഏറ്റവും ഫെമിലിയർ ആയിരിക്കുന്ന അധ്യായം ലൂക്കോസ് 9:37 വാക്യം വായിച്ചാട്ടെ. പൈശാചിക ശക്തി മറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ റലം തലമുറകളിൽ. ലൂക്കോസ് 9:37. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. അടുത്ത വാക്യം. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. വിഷയം എന്നാ? അവൻ എനിക്ക് ഏകജാതനാണ്, അവൻ എനിക്ക് ഒരു കൊച്ചേ ഉള്ളോ. ഒരാത്മാവും അവനെ അതാ പ്രശ്നം. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു. അത് അവനെ നുരച്ചു പിടിപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അപ്പൊ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് കൊച്ചിനെ കയറി. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചത് 2-3 കേൾക്കണേ, സമയം തീരാറായി, ഇത് ശ്രദ്ധിച്ചേക്കണേ. ഈ സ്പിരിറ്റ് എപ്പോ പിടിക്കൂന്ന് അറിയാമോ? എപ്പോഴാ ഈ സ്പിരിറ്റ് പിടിക്കുന്നതെന്ന് അറിയാമോ? ഇല്ല. എപ്പം വേണേലും. ചിലപ്പോ കല്യാണ വീട്ടിൽ പോകുമ്പോഴായിരിക്കും പിടിക്കുന്നത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ചിലപ്പോ ഈ ഞായറാഴ്ച മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങുന്ന ആ സമയമുണ്ടല്ലോ, അപ്പോഴായിരിക്കും സ്പിരിറ്റ് കയറി പിടിക്കുന്നത്. അപ്പൊ പിന്നെ ബാത്റൂം വലിച്ചെറിഞ്ഞ് കസേരയും തല്ലിപ്പൊട്ടിച്ച് 2 പേര് പിടിച്ചാൽ മാറാത്തലമാർ ഒറ്റ തള്ളെ താഴെയിട്ട് ഭയങ്കര പ്രശ്നം. ചിലപ്പോൾ അപ്പോഴും ആയിരിക്കത്തില്ല. ഒരുങ്ങി സ്വോത്രവും പറഞ്ഞ അച്ഛാ കരം കോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധന അറിയിക്കരുത് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് വണ്ടിക്കകത്ത് കയറി ഇരിക്കുമ്പോഴായിരിക്കും ഈ സ്പിരിറ്റ് കയറി പിടിക്കുന്നത്. അപ്പൊ 2 പേര് 2 സംസാരമായി. അപ്പൊ പിന്നെ അച്ഛൻ്റെ ലോകം, എനിക്ക് എന്റെ ലോകം, 2 മുഖം അങ്ങോട്ട് തിരിച്ചിരിച്ചു. ഇനി രസം എന്നാന്ന് ചോദിച്ചാൽ ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുമ്പോൾ ഈ സ്പിരിറ്റ് അങ്ങ് പോകും. അപ്പൊ ഇതിനകത്ത് കയറുമ്പോൾ നമ്മൾ ഓക്കെയാ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഇത് പിടിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് എപ്പം വെളിപ്പെട്ട് വരുമെന്ന്? സ്കൂളിൽ പോകുമ്പോഴാണോ, കോളേജിൽ വെച്ചാണോ? അങ്ങനാണെങ്കിൽ അവിടെ നമുക്ക് കെയർ ചെയ്ത് നിൽക്കാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇത് എവിടെ വെച്ച് പിടിക്കുന്നു? ഒരു പിടുത്തോ. അപ്പൊ ഞാൻ ഇത്രയും നാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ശിഷ്യന്മാർക്ക് കൃപയില്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ സ്പിരിറ്റിനെ ശാസിക്കാഞ്ഞത് ഞാൻ ഇത്രയും നാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് വീണ്ടും വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ശിഷ്യന്മാർക്ക് കൃപയില്ലാത്തതുകൊണ്ടൊന്നും അല്ല ഇതിനെ ശാസിക്കാഞ്ഞത്. ശിഷ്യന്മാര് പ്രാർത്ഥിച്ചപ്പോൾ ഈ സംഗതി ഇവന്റെ അകത്തില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഇല്ലാത്തതിനെ എങ്ങനെ ശാസിക്കും അമ്മാമേ? ഇപ്പൊ ഈ ഭൂതം ഇളവിയാലല്ലേ നമുക്ക് എന്തേലും ചോദിക്കാൻ പറ്റൂ. ആരാ, എവിടുന്നാ, വണ്ടിക്കൂലി മുടക്കിയാണോ വന്നേ, അകത്തുണ്ടോ, എവിടുന്ന് വന്നതാ, എങ്ങോട്ട് പോകൂ, ഉരുണ്ടു പോകുമോ? ഇതൊക്കെ ചോദിക്കണോ? ഈ സാധനം വെളിപ്പെട്ട് വരണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വരണ്ടേ? വന്നാലല്ലേ നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ പറ്റൂ. ഇത് വരത്തില്ല. ഇതിങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് മറഞ്ഞിരിക്കും. അവന്റെ വാക്തത്വത്തിന്റെ സമയം, അവന്റെ വളർച്ചയുടെ സമയം ആകുമ്പോൾ ഈ സാധനം കയറി പിടിക്കും. ഇങ്ങനെ അവന്റെ വായിക്കതെന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ കുറെ നേരം കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുപോകും. ഹൈഡ് ആൻഡ് സീക്ക് പരിപാടിയാ. മറഞ്ഞിരിക്കുന്ന പിശാച്.
എവിടെ? തലമുറകളിൽ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഒരു പ്രശ്നമുണ്ട്, ഇവന് മിണ്ടാൻ പറ്റത്തില്ല. ഊമനവൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ അതാ വാക്യം. ഇവൻ ഊമന, മിണ്ടോ ഇല്ല. പക്ഷെ ഈ ആത്മാവ് വരുമ്പോ ഇവൻ നിലവിളിക്കും. ഒരൊറ്റ മകനേ ഉള്ളൂ. ഇവന്റെ വായൊന്ന് തുറന്നു കിട്ടിയാൽ ഇവൻ പപ്പ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു പപ്പ ഇവന്റെ പിറകിലുണ്ട്. പക്ഷെ ഇവന്റെ അകത്ത് ആത്മാവ് വരുമ്പോൾ ഇവൻ പപ്പ എന്നല്ല വിളിക്കുന്നേ. അവൻ പൈശാചിക ആത്മാവിൽ നിലവിളിക്കാൻ തുടങ്ങും. സ്തോത്രം. അവന്റെ ശരീരത്തിന്റെ ദണ്ഡന നിമിത്തം അവൻ ഇത് കേട്ട് മനസ്സ് മടുത്തുപോയൊരു പപ്പ രക്തം ക്ഷയമെടുക്കുന്നു. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന മാതാപിതാക്കന്മാരോട് ഞാൻ തിരിച്ചൊരു ദൂത് പറയാം. എന്റെ കൊച്ചിന്റെ വായിൽ ഒരു പോസിറ്റീവ് വെളിപ്പെട്ട് വരണം പാസ്റ്റർ. എന്റെ കൊച്ചിന്റെ വായിൽ ഒരു സന്തോഷത്തിന്റെ വാർത്ത കേൾക്കാനാണ് ഞാൻ ഈ ജീവനോട് ഇരിക്കുന്നത്. പക്ഷെ നാളിതുവരെയായിട്ട് എന്റെ കൊച്ചിന്റെ വായിൽ നിന്ന് നെഗറ്റീവിന്റെ ശബ്ദങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അസ്വസ്ഥതയുടെ വാക്കുകളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അസന്തോഷത്തിന്റെ വാർത്തകളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ആ മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റിനെ ഇന്ന് രാത്രി യേശു വട്ടും വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അച്ഛാ, ശിഷ്യന്മാരുടെ മുമ്പിൽ ഇവന് വെളിപ്പെട്ടു വരാൻ പറ്റിയില്ല. പക്ഷേ യേശു വന്നപ്പോൾ ഈ സ്പിരിറ്റ് വെളിപ്പെട്ടു വന്നു. യേശുവിന്റെ മുമ്പിൽ ഇത് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. നിന്റെ തലമുറ യേശുവിന്റെ അടുക്കൽ വന്നാൽ ഇതിന് പിന്നെ ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഈ സാധനം വരും. വന്ന തമ്പുരാൻ ഇതിനെ ശാസിക്കും. ഒന്നാമത് പിശാച് മറഞ്ഞിരിക്കുന്ന റലം തലമുറകളിൽ പിശാച് കയറി മറഞ്ഞിരിക്കും. എന്നാൽ പിശാച് മറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ റലം എന്ന് പറയുന്നത് എന്റെ ആരോഗ്യത്തിനകത്ത് അവൻ മറഞ്ഞിരിക്കും. കേൾക്കുന്നോ വാക്കൊക്കെ? യേശുവിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ ഉണ്ടായി. ആ സ്ത്രീ വന്നപ്പോ യേശു പറഞ്ഞു, ഞാൻ പറയാം, അബ്രഹാമിന്റെ സന്തതിയാ. വെളിച്ചമാണോ? അബ്രഹാമിനോട് പറഞ്ഞ ദൂത് തന്നെ, ഞാൻ നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രം പോലെ കത്തി ഉദിച്ചുയർന്ന് നിൽക്കേണ്ട വെളിച്ചമായി വരുന്നേ. അബ്രഹാമിന്റെ മകളായി ഇവള്. പക്ഷെ പ്രശ്നം 18 സംവത്സരമായി എവിടാ ഈ ബന്ധനം? അവളെ ശരീരത്തിനകത്ത് കത്തി ഉദിച്ചു നിൽക്കേണ്ട അബ്രഹാമിന്റെ സന്തതിയായ നക്ഷത്രത്തിന്റെ ശോഭയുള്ളവൾ ഇപ്പൊ ഇങ്ങനെ കുനിഞ്ഞു നടക്കുക. തമ്പുരാൻ പറയാ, 18 വർഷമായി പിശാച് മറിഞ്ഞ് ഇതിനകത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ ആരോഗ്യത്തെ കെടുത്തുന്ന പിശാചിനെ ഇന്ന് രാത്രി ഞാൻ പുറത്ത് കളയും. വിശ്വസിക്കുന്നവർ ആത്മാവി പറ, എന്നെ പുറത്തു വരാൻ കഴിയാതെ എന്റെ ശരീരത്തിനകത്ത് ദണ്ഡനം കൊണ്ടിടുന്ന, എന്റെ ശരീരത്തിനകത്ത് രോഗം കൊണ്ടിടുന്ന, എന്റെ ശരീരത്തിനകത്ത് ബലഹീനതകൾ കൊണ്ടിടുന്ന എന്നെ ഞാൻ പുറത്തു വരാതെ, ഞാനൊന്ന് മുട്ടുമടക്കാൻ കഴിയാതെ, എനിക്കൊന്ന് കരമടിക്കാൻ കഴിയാതെ, എനിക്കൊന്ന് ഉപവസിക്കാൻ കഴിയാതെ എന്റെ ശരീരത്തിനകത്ത് അൾസർ കൊണ്ടിട്ട പിശാചേ, ഇന്ന് രാത്രി നിന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നെന്ന് പറയുന്ന എത്ര ദൈവത്തിന്റെ മക്കളുണ്ട്? എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് കൊതിയ. പക്ഷെ ആ മൈഗ്രീൻ അകത്ത് കയറി പിടിച്ചപ്പോ മുതൽ ഒന്ന് നേരെ ചൊവ്വേ ബൈബിള് പോലും വായിക്കാൻ പറ്റുന്നില്ല. ആരോഗ്യത്തെ കെടുത്തിക്കളഞ്ഞ മറിഞ്ഞിരുന്ന പിശാചിനെ ഇന്ന് രാത്രി എന്റെ സ്വർഗത്തിലെ ദൈവം ശാസിക്കുമെന്ന് പറഞ്ഞാൽ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, മഹത്വം ഇന്ന് രാത്രി വെളിച്ചം വീശുമവിനായി സ്തോത്രം. രക്തം ക്ഷയമെടുക്കുക. കേട്ടോണേ, പിശാച് മറിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ റലം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം. പിശാച് മറിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ റലം, ഒന്ന് പിശാച് തലമുറകളിൽ മറിഞ്ഞിരിക്കും. രണ്ടവൻ ആരോഗ്യത്തിൽ കയറി മറിഞ്ഞിരിക്കും, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. എന്നാൽ പിശാച് മറിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ റലം നിങ്ങൾ കേൾക്കണേ, നിയോഗമുള്ളവനിൽ അവൻ മറിഞ്ഞിരിക്കും. എവിടെ? നിയോഗമുള്ളവനിൽ, വെളിച്ചം പോലെ കത്തി ഉദിച്ചു നിൽക്കേണ്ടവനിൽ ആ നിയോഗത്തിൽ കയറി അവൻ മറിഞ്ഞിരിക്കും. നിങ്ങൾക്കൊരു ചരിത്രം കേൾക്കണോ? ബ്രദർ ഒന്ന് എഴുന്നേറ്റ് വരാമോ പ്ലീസ്? യേശു കർത്താവ് പറഞ്ഞു, നാട്ടുകാർക്കുള്ള അഭിപ്രായം പറയാവോ? ഏലിയാവ, യോഹന്നാന പ്രവാചകന, തമ്പുരാൻ ഡിസ്റ്റർവാ, കൂട്ടത്തിലൊരുത്തൻ കത്തി തിളങ്ങുന്ന കണ്ണുകളുമായി ചാടി എഴുന്നിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഒറ്റ വാക്ക് ഒരുക്കി ആ കീ അങ്ങോട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു പ്രത്യേകതയുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോലാണേ, ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കെട്ടിയ അവിടെ, ഇവിടെ അഴിച്ച അവിടെ. ഇങ്ങനെ താക്കോല് ബ്രദറിന്റെ കൈ കെട്ടിയ ബ്രദർ ആദ്യം എന്നാ കെട്ടും? സ്വതം. ആദ്യം എന്നെ അടിക്കും. ഓക്കെ, അതൊക്കെ ഹോംവർക്ക് തരാം, വീട്ടിൽ പോയി പഠിക്കും. സ്തോത്രം, നിൽക്കട്ടെ. അപ്പൊ ഈ താക്കോല കൈ കൊടുത്തേ. ഇപ്പൊ ഈ പുള്ളിയുടെ മേലൊരു നിയോഗം, ലോകത്തെ സകലത്തെയും കെട്ടാനുള്ള താക്കോല, ലോകത്തിൽ കത്തി നിൽക്കേണ്ട വെളിച്ചത്തിന്റെ ഒരു കീ പോലെയായത് തമ്പുരാൻ കൊടുത്തേ. നിയോഗമാകത്ത് കിടപ്പുണ്ട്. അധ്യായം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം അങ്ങോട്ട് പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നാ? മനുഷ്യപുത്രൻ വന്നതേ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ വേണ്ടി. അപ്പോഴത്തേക്ക് പുള്ളി ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഇതുവരെ ഈ കൂട്ടത്തിലുള്ള പരിപാടിയാ, ഇപ്പൊ ഇച്ചിരി ശോഭയുള്ള വിളക്കാ. സോ എന്റെ ഒരു നാടൻ ഭാഷ പറഞ്ഞ സെൻട്രൽ പാസ് കളിയാ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ എല്ലാവരോടും പുള്ളി മിണ്ടത്തില്ല. അഥവാ മിണ്ടിയാലും കനത്തിലൊക്കെ എന്ത് ചെയ്യത്തോളോ? പ്രൈസ് ദി ലോർഡ്.
എന്നാ ഉണ്ട് ബ്രദർ വിശേഷം? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കുമ്പനാട് കൺവെൻഷനാണല്ലോ കൂടുതൽ പാസം, ഒരു മിനിറ്റ് നിൽക്കണേ, നമ്മൾ കുമ്പനാട് കൺവെൻഷനാണല്ലോ ഈ പാസ്റ്റർമാരെ കൂടുതൽ കാണുന്നത്. അപ്പം നമ്മൾ ഇത്രയും നാൾ കൊണ്ട് അവരെ കാണാത്തതിൻ്റെ ആ ഒരു താല്പര്യം ഒന്ന് കാണുമ്പോൾ ഒന്ന് ഓടിച്ചെന്നൊരു പ്രൈസലോടൊക്കെ പറയാൻ ആഗ്രഹിക്കുമല്ലോ. കാരണം നമുക്ക് ജാടയില്ലല്ലോ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ജാടയുള്ളവർ പറയരുത്, ജാടയില്ലാത്തവർ മാത്രം ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ജാടയില്ല, അപ്പം നമുക്കും ജാടയില്ല സ്വതന്ത്രം. അതുകൊണ്ട് ഇവരൊന്ന് സ്വതന്ത്രം പറയാനായിട്ട് ചിലപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എല്ലാ പാസ്റ്റർമാരുടെയും കയ്യിൽ ഇങ്ങനെ ഒരു താക്കോല് കാണുമല്ലോ വണ്ടി. അപ്പോൾ അവർ ഇങ്ങനെ വിരലിനകത്ത് ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇടുന്നത്. പിന്നെ ഒരു ഫോണും കാണും, റൈറ്റ്, ഒരു ഫോണും കാണും, ഇങ്ങനെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ആവേശത്തിൽ സ്വതന്ത്രം പറയാൻ ചെല്ലുമ്പോൾ ഇവര് പ്രൈസ് ദി ലോർഡ്. ആമേ, ഇപ്പൊ എല്ലാവരുടെയും കൂടെ എന്ത് ചെയ്തില്ല? നിങ്ങൾ ബൈബിളിലെ വാക്യം വായിച്ചിട്ടുണ്ടോ? പുള്ളി എല്ലാവരുടെയും കൂടെ നിന്ന ആളാ പത്രോസ്. പക്ഷെ ഇപ്പൊ ഒരു ദൂത് പറയണമെങ്കിൽ എല്ലാവരുടെയും കൂടെ ഒന്നും പറയത്തില്ല. അവര് വേറിട്ടൊരു സ്ഥലത്തോട്ട് കുടവയറൊക്കെ ചാടി. പുള്ളി ഇപ്പൊ സെപ്പറേറ്റാ. ഇപ്പൊ കർത്താവിന് നേരിട്ടുള്ള ബന്ധമോ പാസ്റ്റേ? അപ്പം വേറിട്ടൊരു സ്ഥലത്തോട്ട്. ഇപ്പൊ കർത്താവ് വെച്ച് പറയടാ, എന്നാടാ പറയാനുള്ള പറ. അപ്പൊ എന്റെ ഒരു ഭാവന, കർത്താവ് മുമ്പേ നടക്കുന്നു, പത്രോസ് പുറകെ നടക്കുന്നു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്, ഭാവനയല്ല, ബൈബിളിനകത്തുണ്ട്. അപ്പൊ പത്രോസ് പറഞ്ഞു, കർത്താവേ നിനക്ക് അങ്ങനെ ഭവിക്കല്ലേ. ഇത് കേട്ടപ്പോഴേ കർത്താവ് അങ്ങ് നിന്നിട്ട് തിരിഞ്ഞു പത്രോസിനോട്. തിരിഞ്ഞെന്ന് പറഞ്ഞാൽ യേശു മുമ്പേ ആയിരിക്കുമല്ലോ നടന്നേ. പത്രോസ് ഒരു സ്റ്റെപ്പ് പുറകിലായിരിക്കും. തിരിഞ്ഞു പത്രോസ്. അപ്പൊ പത്രോസിനോട് ദൈവത്തിന് എന്തോ ഒന്ന് പറയണം. എന്റെ ഭാഷ പറഞ്ഞാൽ, വെളിച്ചത്തെ ആയി കത്തി ഉദിച്ചു ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന പത്രോസ്, നിയോഗമുള്ളവനോട് ദൈവത്തിന് എന്തോ ഒന്ന് പറയണം. പക്ഷെ തിരിഞ്ഞപ്പോ ആരെ കണ്ടേന്നറിയാമോ? പത്രോസിനെ അല്ല. ബ്രദർ വർക്ക് ചെയ്യണോ? ഒന്ന് വരാമോ? കറുത്തുടുപ്പിട്ടോണ്ടല്ല കേട്ടോ, ഉദാഹരണം പിടിക്കാൻ വേണ്ടിയിട്ട്. വാ, പെട്ടെന്ന് പായൂ. ഓക്കെ, തിരിഞ്ഞപ്പോ ആരെ കണ്ടേന്നറിയാമോ? സാത്താനെ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അച്ഛാ, ഈ പുള്ളിയുടെ ഒന്നും മറിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ യേശു, അതെന്റെ നിയോഗമുള്ളവൻ, ഞാൻ അവനോടൊന്ന് കാര്യം സംസാരിക്കണം, അവനോട് എനിക്കൊരു കാര്യം ഇടപെടണം. അതിനെ ഞാൻ പക്ഷെ തിരിഞ്ഞപ്പോ ഞാൻ അവനെ അല്ല കണ്ടത്. പിന്നെ ആരെ കണ്ടേ? സാത്താനെ. അപ്പോ കർത്താവ് അടുത്ത് ചെയ്ത കാര്യം, ആ നിയോഗമുള്ളവനോട് പറയാൻ നിർത്തിയതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഈ സാത്താനോട് പറഞ്ഞു, സാത്താനെ. നമ്മൾ ചിന്തിച്ചത് പത്രോസിനെ ശാസിച്ചെന്ന് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ തമ്പുരാൻ ചൂരൽ വെട്ടിയടിക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞു. അങ്ങനെ ദൈവം നമ്മളെ അങ്ങനെ തൊട്ടനും പിടിച്ചതിനെല്ലാം ശാസിക്കത്തില്ല. ദൈവത്തിന് ഇടപെടാനുള്ളത് അവന്റെ മുമ്പിൽ നിൽക്കുന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിനോടാ ദൈവത്തിന് ഇടപെടാനുള്ളത്. അതിനെ നോക്കി. ഇനി ഇംഗ്ലീഷിൽ കിടക്കുന്ന ബ്യൂട്ടിഫുൾ ഒരു വേർഡുണ്ട്, സാത്താൻ ഗെറ്റ് ബിഹൈൻഡ് മീ എന്ന. ഒന്ന് പറഞ്ഞേ, സാത്താൻ എന്താ വാക്കിന്റെ അർത്ഥം സിസ്റ്ററെ? ഗെറ്റ്. ഞാൻ ഇംഗ്ലീഷിൽ വീക്കാ, പറ. ഗെറ്റ് ബിഹൈൻഡ് മീ. സിസ്റ്ററും വീക്കാ. ഓക്കെ, എന്നാ ഗെറ്റ് ബിഹൈൻഡ് മീ? മലയാളം മീഡിയമായിരുന്നു. ഓക്കെ, എന്നാ ഗെറ്റ് ബിഹൈൻഡ് മീ? സ്കൂളിൽ പോയില്ല. ഓക്കെ, അച്ഛാ, ഗെറ്റ് ബിഹൈൻഡ് മീ എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ്, ഗെറ്റ് ബിഹൈൻഡ് മീ എന്ന് പറഞ്ഞാൽ, സാത്താനെ നീ പുറകിലേക്ക് പോ. നീ ഗെറ്റ് ബിഹൈൻഡ് മീ, നീ പുറകിലേക്ക് പോ എന്ന് വെച്ചാൽ അതിനർത്ഥം നിയോഗമുള്ളവൻ എന്ത് ചെയ്യണം? ശോഭിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവൻ വെളിച്ചമാ. അവനെ ഇപ്പൊ അണച്ചു കളയുന്നത് അവന്റെ നിയോഗത്തെ തടയുന്ന ഈ സ്പിരിറ്റാ. ഇത് പോയാൽ ഇവൻ ശോഭിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കിയും പറയുന്നു, നമ്മളൊക്കെ പാപത്തങ്ങളാ, നമ്മൾ ബേസിക്കലി ഓക്കെയാ, പക്ഷെ നമ്മുടെ മുമ്പിൽ ആ സ്പിരിറ്റ് ഇങ്ങനെ കയറി നിൽക്കുക. ആ പാപത്തിന്റെ, ആ കൺമോഹത്തിന്റെ, ആ ജഡമോഹത്തിന്റെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഇന്ന് രാത്രി ശാസിച്ചിട്ട് നിന്റെ കൊച്ചിനെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ അച്ഛാ, എനിക്കറിയാം ലവ് ഫീസ്റ്റ് ദൈവസഭയില് പ്രയോജനപ്പെടേണ്ട ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. ഇന്ന് രാത്രി നീ പുറത്തു വരാത്തതിന്റെ കാര്യം, സ്പിരിറ്റ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അതിനെ ഇന്ന് രാത്രി ദൈവം പുറകിലേക്ക് തള്ളിക്കളയോ. താക്കോലുള്ള ശോഭിക്കേണ്ട നിന്നെ രക്തത്താല് വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ക്ഷയമെടുക്കുകയാണ്. ജയമെടുക്കുകയാണ്, 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 ജയമെടുക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ വെളിച്ചമായിട്ട് നമ്മുടെ അകത്ത് വാക്തത്വം ഉണ്ടായിട്ട് നാം പുറത്തു വരുന്നില്ല. ഒന്ന്, നമ്മുടെ അകത്തൊരു പാപം മറഞ്ഞു കയറിയിരിക്കുന്നു. രണ്ടാമത്തെ കാരണം, പിശാച് നേരിട്ട് അവൻ നമ്മുടെ തലമുറകളിൽ അവൻ ഹൈഡ് ചെയ്ത് കളിക്കുക. അവൻ നമ്മൾ പുറത്തു വരാത്തതിൻ്റെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആരോഗ്യത്തിൽ കയറി അവൻ മറഞ്ഞിരിക്കുക. നമ്മൾ പുറത്തു വരാത്തതിൻ്റെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നിയോഗത്തിൻ്റെ മുമ്പിൽ അവൻ വാതി കെട്ടി നിൽക്കുക. എന്നാൽ ഈ മറഞ്ഞിരിക്കുന്ന 4 റലങ്ങളെ കർത്താവ് ശാസിച്ചിട്ട് വെളിച്ചമാകുന്ന നമ്മളെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. നമ്മൾ പുറത്തു വരാത്തതിൻ്റെ 5ാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മൾ പുറത്തു വരാത്തതിന്, ഇനി ഞാൻ പ്രസംഗിക്കുകയല്ല, വിശദീകരിക്കുകയല്ല, നമ്മൾ പുറത്തു വരാത്തതിൻ്റെ 5ാമത്തെ കാര്യം, അവൻ ദൈവ പ്രവർത്തികളിൽ കയറി പിശാച് മറിഞ്ഞിരിക്കുന്നു. എടുക്കാം, ലൂക്കോസ് 19:42 വായിച്ച് അവസാനിപ്പിക്കുന്നു. ലൂക്കോസ് 19:42. നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ. സമാധാനം ഉണ്ടോ ബ്രദറെ? ഉണ്ട്.
പീസ്ഫുൾ മൈൻഡ് ദൈവം തരുന്നുണ്ടോ? ഉണ്ട്. ദൈവം അത് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സമാധാനത്തിനായി ഉള്ളത് ദൈവത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ അടുത്ത വാക്ക് പറയാ, നീ അത് അറിഞ്ഞെങ്കിൽ കൊള്ളെങ്കിൽ ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിനക്കത് വെളിപ്പെടുത്താൻ പോലും കഴിയാതെ, നിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ട് നിൽക്കാതെ, നിന്റെ കൂടാരത്തിൽ വാഴേണ്ട സകല സ്വസ്ഥതകൾക്കകത്തും കയറി പിശാച് മറഞ്ഞിരിക്കുക. ദൈവം പറയാ, അതൊന്ന് വെളിപ്പെട്ടെങ്കിൽ കൊള്ളാം, അതിപ്പം മറഞ്ഞിരിക്കുക. ഇന്ന് രാത്രി എത്ര പേര് പറയും, ഞാൻ പുറത്തു വരും, എൻ്റെ സമാധാനം പുറത്തു വരും, എൻ്റെ പ്രവൃത്തികൾ പുറത്തു വരും, എൻ്റെ കൊച്ചുങ്ങൾ പുറത്തു വരും, എൻ്റെ വീട് പുറത്തു വരും. പാസ്റ്ററെ, അവൻ എന്നെ കത്തിച്ചതാ പുരോഹിതന്റെ അധ്വാനം കൊണ്ട്, എൻ്റെ ചില ഡെഡിക്കേഷൻ കൊണ്ട്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്നെ കത്തിച്ച് നിർത്തിയതാ. പക്ഷെ അവൻ എന്നെ മറച്ചു പിടിച്ചിരിക്കുക. ഈ മാസം 7-ാം മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചില വീടുകൾക്കകത്ത് ശോഭയുള്ള വിളക്കുകൾ അഭിഷേകമുള്ളവരെല്ലാം ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ദൈവ സാന്നിധ്യമുള്ളവരെല്ലാം ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ആ കരമടി അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം നമ്മളിൽ ചിലരെ പുറത്തു കൊണ്ടുവരോ, ദൈവം നമ്മളിൽ ചിലരെ പുറത്തു കൊണ്ടുവരോ. നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിന്നെ കെടുത്തിക്കളയാൻ, നിന്നെ അണച്ചു കളയാൻ, നിന്നെ മറച്ചു കളയാൻ ശ്രമിക്കുന്ന മുഴുവൻ സ്വാധീനത്തെ